ലോക ചരിത്രത്തിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും രേഖപ്പെടുത്തപ്പെട്ട ഒരു പുണ്യാത്മാവേ ലോകത്തുള്ളൂ. ഒരു ജീവിതത്തിലെ ശൈശവം മുതൽ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും മരണം വരേക്കുമുള്ള സകലമാന ജീവിത വ്യവഹാരങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ലോകത്തുള്ളൂ. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വേറെ ഏത് ലോകപ്രശസ്തരായ ആളുകളുടെ ചരിത്രം എടുത്ത് പഠിച്ചാലും ഒരു വശമേ നമ്മൾ കാണും. തത്വചിന്തയിൽ മുന്നോട്ട് പോയ ആളുകൾ ഒരുപക്ഷെ അവർക്ക് ബുദ്ധിഹീനരായിരിക്കാം. നല്ല ബുദ്ധിയുള്ള ആളുകൾ സംസ്കാരശൂന്യരായിരിക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ അവര് ഭീരുക്കളായിരിക്കാം. നല്ല ധീരന്മാർ, പക്ഷെ അവർക്ക് ജീവിതത്തിൽ നന്മയില്ലാതെ പോയേക്കാം. എല്ലാ നന്മകളും സമഞ്ജസമായി മേളിച്ച ഒരു പൂക്കളുടെ ബൊക്കയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ജീവിതത്തിലേക്ക് ഒരു ചെറിയൊരു എത്തിനോട്ടം നടത്തുക മാത്രമേ നമുക്ക് സാധിക്കൂ. കാണണം, പുണ്യനബിയുടെ വീടിനകത്തണം. ഹബീബിന്റെ വീട്ടിലേക്ക് ചെന്നാൽ എന്താണ് അവിടെ കാണാൻ കഴിയുക, എങ്ങനെയായിരുന്നു ഹബീബിന്റെ ജീവിതം എന്ന ഒരു കൊച്ചു വശമാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിലൂടെ പഠിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബു തരിഖത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം നിബിതങ്ങൾ ബാക്കി വെച്ചുപോയ സ്വത്ത് എന്ത് എന്ന വിഷയത്തിൽ ചർച്ച ചെയ്ത ഭാഗത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ബൈത ഫാത്തിമ, ഹബീബായ നബി തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നു. ഫവജദ അലാ ബാബിഹാ സിത്റൻ മൗഷിയൻ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ വാതിലിക്കൽ സിത്റൻ മൗഷിയൻ, മീമിന് ഫത്ഹ് വാവിന് സുകൂന്. ഇബ്നു ഹജർ തങ്ങൾ അതിനെ ആ വാക്കിനെ വിവരിച്ചിട്ടുണ്ട്. മൗഷിയൻ എന്ന് പറഞ്ഞാൽ വാതിലിന്റെ അടുത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു വിരിപ്പ് വെച്ചിട്ടുണ്ട്. ആ വിരിപ്പ് നല്ല അലങ്കാരമുള്ള ഒരു വിരിപ്പാണ്, നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ചന്തമുള്ള, ഒരൽപ്പം തിളക്കമുള്ള, ഫിഹ നുഖൂഷുൻ വസ്സഖ്റുഫ്, അങ്ങനത്തെ ഒരു തുണി വിരിയാക്കി വെച്ചിരിക്കുകയാണ്. അന്നത്തെ വീടുകൾ ഹബീബിന്റെ വീടിനകത്തെക്കുറിച്ച് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ഒരുപാട് വർഷം മുത്തുനബി തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ നിന്ന് ഇൽമു പഠിക്കാൻ അവസരമുണ്ടായ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, മുത്തുനബിയുടെ വീടിനകത്തേക്ക് ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം കുട്ടിയാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ കൈ ഉയർത്തിയാൽ മുത്തുനബിയുടെ വീടിന്റെ മേൽഭാഗം എൻ്റെ കൈ കൊണ്ട് തൊടാൻ കിട്ടുമായിരുന്നു. അതായിരുന്നു വീടിന്റെ ഉയരം എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഹബീബിന്റെ മകളുടെ വീട്ടിൽ വാതിലിക്കൽ അലങ്കാരമുള്ള ഒരു വിരിപ്പ് വിരിച്ചിരിക്കുകയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫലം യദ്ഖുൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ വീട്ടിലേക്ക് കയറാതെ തിരിച്ചുപോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നു. എന്താണ് ഫാത്തിമ, നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? എന്തുപറ്റി? എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ പുണ്യ റസൂൽ
എന്റെ പ്രിയപ്പെട്ട ഉപ്പയും നമ്മുടെ ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വരികയും ഈ വീടിന്റെ വാതിലിക്കൽ ഞാൻ വെച്ച വിരിപ്പ് അത് കണ്ടിട്ടാണോ എന്നറിയില്ല, അല്ലാഹുവിന്റെ റസൂല് കയറാതെ തിരിച്ചുപോയി. അലിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പോയെന്ന് ചോദിക്കണം, എന്തേ നബി തങ്ങൾ വീട്ടിലേക്ക് കയറാതെ പോയത്, എന്താണതിന്റെ കാരണം എന്നറിയണം. അലി റളിയല്ലാഹു അൻഹു ചെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഏത് സമയത്തും കയറി വരാൻ പറ്റുന്ന ഒരു വീട് അങ്ങയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ വീട്. ആ വീട്ടിലേക്ക് എന്തുകൊണ്ടാ നബി അങ്ങ് കാലെടുത്ത് വെക്കാതെ തിരിച്ചു പോയത്? ഫാത്തിമ വല്ലാത്ത വിഷമത്തിലാണ് നബിയെ, വല്ലാത്ത സങ്കടത്തിലാണ്. ആ ഒരു ചോദ്യത്തിന് ലോകത്തിന്റെ ഗുരു റഹ്മത്തുൽ ലിൽ ആലമീൻ അർ-റഹ്മത്തുൽ മുഹ്ദാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, മാലനാ വലിദ്ദുന്യാ മാലനാ വലിർറഖം. അലിയാരെ, നമുക്കെന്തിന് അലങ്കാരം വേണം അലിയെ, എന്തിന് ഐഹിക ആർഭാടം വേണം? മാലനാ വലിദ്ദുന്യാ മാലനാ വലിർറഖം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ പുതിയാപ്പിളയോട് പറയുന്നു, പുതിയാപ്പിളെ, നിങ്ങളുടെ വീടിനുള്ളിൽ വെച്ച മനോഹരമായ ആ ഒരു തുണിക്കഷ്ണം നമുക്കതിന്റെ ആവശ്യമുണ്ടോ? നമുക്കത് വേണോ? നമുക്കത് വേണ്ടതുണ്ടോ അലിയെ? നമുക്കത് വേണോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഇനി എന്താ ഞങ്ങളത് ചെയ്യേണ്ടത്? ഈത്തപ്പനയോലകൾ അടുക്കി വെക്കുകയും അതിൽ ചെളി പറ്റിപ്പിടിപ്പിച്ച് ചുമരാക്കി കൊണ്ടുവരികയും ഓലമേഞ്ഞ മേൽപ്പടം, ഓലമേഞ്ഞ റൂഫിംഗ്, അങ്ങനെയുള്ള ഒരു കൊച്ചു വീടിനൊരു അലങ്കാരമായി മനോഹരമായ ഒരു വസ്ത്രം കിട്ടിയപ്പോ അത് വിരിയായി വാതിലിക്കൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിരിയായി തൂക്കി വെച്ചപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ ഈ വീട്ടിലേക്ക് കടക്കാതെ പോകുന്നത്. കാരണം പറഞ്ഞു, മാലനാ വലിദ്ദുന്യാ, അലിയേ, നമുക്ക് വേണോ ഈ ആർഭാടം? മുഅ്മിനെ, ആർഭാടമെന്ന വാക്ക് പോലും അതിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ, ചെളി കൊണ്ടുണ്ടാക്കിയ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചു കൂരയിൽ മനോഹരമായൊരു വസ്ത്രം ആരോ ഫാത്തിമ ബീവിക്ക് സമ്മാനം കൊടുത്തപ്പോ, അഹ്ലുൽ ബൈത്തിന് കൊടുത്തപ്പോ, ആ സമ്മാനം അവിടെ വിരിയായി തൂക്കി വെച്ചതിനാണ് നബി തങ്ങൾ പറയുന്നത്, മാലനാ വലിർറഖം. നമുക്കിത് വേണോ അലിയേ? നമുക്ക് ഈ അലങ്കാരം വേണോ? നമുക്കിതിന്റെ ആവശ്യമുണ്ടോ അലിയേ? മാലനാ വലിർറഖം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാ തഅമുറുനാ ബിഹി ഫീഹി, ഞങ്ങൾ എന്തു ചെയ്യും നബിയേ? ഈ വസ്ത്രമെടുത്ത് കളയണോ? ഈ വസ്ത്രമെടുത്ത് കളയണോ? ഞങ്ങൾ എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ, തുർസിലീന ബിഹി ഇലാ ബനി ഫുലാൻ, ഫാത്തിമ, നമ്മുടെ പരിസരത്തുള്ള ആ ഒരു പാവപ്പെട്ട വീട്ടുകാരില്ലേ, അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഏതോ ഒരു വീട്ടുകാരെ പറഞ്ഞു കൊടുത്തിട്ട്, നമുക്ക് വേണ്ട മോളെ, നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട ഇത്, ആ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുത്തേക്കണം, നമുക്കിത് വേണ്ട. മാലനാ വലിർറഖം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ യുസീബു അഹദും മിനദ് ദുനിയാ നിഅമതൻ ഇല്ലാ വയൻഖുസു മിൻ ദറജതിഹി ഇൻദല്ലാഹ്. നമുക്ക് എന്തെങ്കിലും ഈ ലോകത്ത് നിന്ന് അല്ലാഹു ഒരു ആർഭാടം നൽകുകയാണെങ്കിൽ, സുഖസൗകര്യങ്ങൾ അല്ലാഹു നൽകുകയാണെങ്കിൽ, അതിന് തത്തുല്യമായത് നാളെ പരലോകത്തിന്റെ നന്മയിൽ നിന്ന് കുറഞ്ഞു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇൻ കാന അലല്ലാഹി കരീമാ, എത്ര മഹാന്മാരാണെങ്കിലും ഐഹികമായ സുഖസൗകര്യങ്ങൾക്കനുസരിച്ച് നാളെ പാരത്രിക ലോകത്തിന്റെ നന്മകളിൽ നിന്ന്, ആസ്വാദനങ്ങളിൽ നിന്ന് കുറവ് വരുമെന്ന് പഠിപ്പിക്കുകയായിരുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ മകൾ, ഹബീബിന്റെ മൗലയായിരുന്ന സഫീന റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥ പറയുന്നുണ്ട്. സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല,
സിംഹത്തിന്റെ മുമ്പിലെത്തിയപ്പോ ആ സിംഹം ഒന്നും തൊടാതെ അന മൗലാ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നബി തങ്ങളുടെ ഖാദിമാണ്, നബിയുടെ മൗലയാണ് എന്ന് കാടിനുള്ളിൽ അകപ്പെട്ടു പോയ മഹാനായ സഫീന റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഹബീബിന്റെ മൗലയാണ്. അതിന്റെ പേരിൽ ഫഹംഹമ, ആ സിംഹം വഴിയറിയാതെ നടക്കുന്ന സഫീന തങ്ങളെ, ജനങ്ങൾ നടന്നു പോകുന്ന വഴിവരെ അതിന്റെ തല കൊണ്ട് തള്ളി തള്ളി വഴി കാണിച്ചു കൊടുത്ത് അവസാനം നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊടുത്ത വളരെ സ്വഹീഹായ സനദിൽ മഹാനായ ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസുണ്ട്. ആ മഹാനാണ് സഫീന മൗലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സഫീന റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഇസ്തളാഫ അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അന്ന റജുലൻ അദാഫ അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയുടെ അരികത്ത് അതിഥിയായി വന്നിരിക്കുകയാണ് ഒരാൾ. ഫസ്വനഅ ലഹു തആമ, അലി റളിയല്ലാഹു അൻഹു അതിഥിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ലൗ ദഅൗനാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅകല മഅനാ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാം, മുത്തുനബി തങ്ങൾ നമ്മളോടൊപ്പം വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. അങ്ങനെ നബി തങ്ങളെ വിളിച്ചു കൊണ്ടുവന്നു. ഒരു അതിഥി വന്നു, വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, മുത്തുനബി തങ്ങളെ കൂടെ വിളിച്ചാലോ എന്ന് മകൾ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാർ ചെന്ന് നബി തങ്ങളെ വിളിച്ചു കൊണ്ടുവരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിളിക്കുത്തരം നൽകി ലോകത്തിന്റെ ഗുരു സ്വന്തം മകളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വാതിലിന്റെ ആ വാതിൽ കട്ടിലിൽ നബി തങ്ങൾ രണ്ട് കൈയും പിടിച്ചവിടെ അങ്ങനെ നിന്നു. മഹദിയായ ഫാത്തിമ ബീവിയുടെ വീട്ടിലെ വിരി കാണുകയുണ്ടായി. അങ്ങനെയും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വിരി കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, വീട്ടിലേക്ക് കയറിയില്ല. അലി റളിയല്ലാഹു അൻഹു കൂടെ ചെന്ന് മുത്തുനബി തങ്ങളോട് ചെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ റദ്ദക, എന്തുകൊണ്ടാണ് നബി അങ്ങ് വീട്ടിൽ കയറാതെ പോയത്? എന്തുകൊണ്ടാണ് കയറാതെ പോയത്? ഖാല ഇന്നഹു ലൈസ ലീ ഔ ലിനബിയ്യിൻ അൻ യദ്ഖുല ബൈതൻ മസൂഖാ. അലിയാരെ, നിങ്ങൾക്കറിയില്ലേ, എനിക്കോ വേറെ ഏതെങ്കിലും ഒരു പ്രവാചകനോ അലങ്കാരമുള്ള ചമൽക്കാരമുള്ള ഒരു വീടിനകത്തേക്ക് കയറുക സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയില്ലയോ അലിയെ? ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലയോ, അതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ സംബന്ധിച്ച് ചർച്ചയുണ്ട്, ഹറാമായതുകൊണ്ടല്ല. ഈ വിഷയത്തിൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ നടത്തിയ ചർച്ചയിൽ അഖ്സാ മാ ഫീഹി അൽ കറാഹ, ഒരുപക്ഷെ ആർഭാടം ലക്ഷ്യമാക്കി ചെയ്യുന്ന പല പണികളിലും കറാഹത്ത് വന്നേക്കാം എന്നതിൽ കവിഞ്ഞ് ഹലാലുകളാണിതൊക്കെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹലാല് പോലും ഒരു നബിക്ക് പാടില്ലെന്നാണ് അല്ലാഹുവിന്റെ നിയമം. അതുകൊണ്ട് അലിയെ, എനിക്ക് ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുകയും അത് ആർക്കെങ്കിലും കൊടുത്തു കളയാൻ പറയുകയും ചെയ്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്നും അലങ്കാരമായി തൂക്കിവെച്ച ആ വസ്ത്രം മാറ്റാൻ സ്വന്തം മോളോട് പറഞ്ഞുകൊടുത്ത പിതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലൂടെയാണ് നമ്മൾ ഇനി ഹബീബിന്റെ വീട്ടിലേക്ക് പോകുന്നത്. കാണണം, വിശുദ്ധ നബി തങ്ങളുടെ വീടിനകത്തളം. നമ്മുടെ വിഷയം അതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ തൊട്ടരികത്ത് താമസിക്കുന്ന മോളാണത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് മുത്തുനബി തങ്ങൾ യാത്ര പോകുമ്പോൾ എല്ലാ ഭാര്യമാരോടും യാത്ര പറഞ്ഞാൽ അവസാനം യാത്ര പറയുന്നത് ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണ്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആരെ കാണുന്നതിന്റെ മുമ്പ് ആദ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കാണുന്നത് പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ വല്ലാതെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന മോളാണിത്.
ആ മോളുടെ വീട്ടിലേക്ക് നബി തങ്ങൾ ചെന്ന രണ്ടനുഭവങ്ങളാണ് പറഞ്ഞ്. ഒന്നുകൂടെ പറയട്ടെ. ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരികയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖദ് അല്ലഖത് മസ്ഹൻ അലാ ബാബിഹാ, ഫാത്തിമ ബീവിയുടെ വാതിൽക്കൽ ബീവി ഒരു വിരി വിരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വഹല്ലത്തിൽ ഹസന വൽ ഹുസൈന ഖലദൈൻ മിൻ ഫില്ലാഹ്. ഇത് സൗബാൻ തങ്ങളുടെ ഹദീസാണ്. സുനൻ അബൂ ദാവൂദിൽ കാണാൻ കഴിയും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന ഹബീബിന്റെ ആൺകുട്ടികളുടെ കൈകളിൽ വെള്ളിയുടെ ഒരു വള പോലോത്ത ആഭരണത്തിനാണ് ഖലദ് എന്ന് പറയുന്നത്. ഫാത്തിമ ബീവി ആൺകുട്ടികളല്ലേ, കൊച്ചുമക്കളല്ലേ, ആഭരണം അവർ കണിയുന്നതിന് വിരോധമില്ലല്ലോ. കൊച്ചുമക്കളല്ലേ, ചെറിയ മക്കളല്ലേ, വെള്ളിയുടെ വള പോലോത്ത ആഭരണം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ധരിപ്പിച്ചിട്ടുണ്ട്. വാതിലിന്റെ ഒരു വിരിയും വെച്ചിട്ടുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരു അന്നൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൊച്ചു രണ്ട് മക്കളുടെ കൈകളിൽ വളയും ഫാത്തിമ ബീവിയുടെ വീടിന്റെ വാതിലിക്കൽ അലങ്കാരത്തിന്റെ വിരിയും കണ്ടപ്പോ അവിടേക്ക് കയറാതെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോയിട്ടുണ്ട്. ഫാത്തിമ ബീവി ഉടനെ തന്നെ ആ വിരിപ്പ് പറിച്ചെടുക്കുന്നു. മക്കളുടെ കൈകളിലെ രണ്ട് വളകളും ഊരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയും, അള്ളാഹുവിന്റെ ഹബീബിനോട് ചെന്ന് ചോദിക്കുന്നു, നബിയേ, കരഞ്ഞുകൊണ്ടാണ്. ഹസൻ ഹുസൈൻ രണ്ട് മക്കള്, കൊച്ചുമക്കള് കരയുന്നുണ്ട്. അവരുടെ കൈകളിലെ അവരിഷ്ടപ്പെട്ട ഒരു ആഭരണം എടുത്തു മാറ്റിയപ്പോ അലി റളിയല്ലാഹു അൻഹുവും മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യാ സൗബാൻ ഇദ്ഹബ് ബിഹാദാ ഇലാ ആലി ഫുലാൻ. സൗബാനെ, എന്റെ വീട്ടുകാർക്ക് പകരമായി ഈ ആഭരണങ്ങളും ഈ വിരിപ്പും പാവപ്പെട്ട ഏതോ വീട്ടുകാർ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയണം. ഇത് ഫാത്തിമയുടെ വീടിന് വേണ്ട, ഹബീബിന്റെ അഹ്ലു ബൈത്തിന് വേണ്ട. ഇന്നഹാ ഉലായി അഹ്ലി, ഇതെന്റെ അഹ്ലാണ്. ഫാത്തിമ ബീവി, അലിയാരെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. വഅക്റഹു അൻ യഅഖുദു മിൻ ത്വയ്യിബാതിഹിം ഫീ ഹയാതിഹിമുദ് ദുനിയാ. ഈ ലോകത്തെ ജീവിതത്തിൽ അവര് ഈ ലോകത്തിന്റെ സുഖാഡംബരങ്ങൾ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. യാ സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഖാദിമാൻ. സൗബാനെ, ഇശ്തരി ലിഫാത്തിമത ഖിലാദതൻ മിൻ അസ്ബിൻ വസിവാറൈൻ മിൻ ആജ്. ഫാത്തിമ ബീവിക്ക് വേണ്ടി ഈത്തപ്പന നാരുകളാൽ ഉണ്ടാക്കുന്ന ഒരു മാല, ഫാത്തിമ ബീവിക്ക് വേണ്ടി അങ്ങനെ ഒരു മാല സംഘടിപ്പിച്ചു കൊടുത്തേക്കണം. ആജ് എന്ന് പറഞ്ഞാൽ സാധാരണ ആനക്കൊമ്പിനാണ് പറയാ. പക്ഷെ ഇവിടെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഹദീസ് പണ്ഡിതന്മാർ ആജ് എന്ന് പറഞ്ഞാൽ ആജ് എന്ന് പറഞ്ഞാൽ ആമയുടെ പുറത്ത് എഴയുന്ന ആമുണ്ടല്ലോ, ആമയുടെ വാരിയെല്ലിന്റെ എല്ലിനാണ് ആജ് എന്ന് പറയുന്നത്. ആമയുടെ വാരിയെല്ലിന്റെ ആ ഒരു എല്ലുകൊണ്ട് ഫാത്തിമ ബീവിക്ക് വേണ്ടി രണ്ട് വള, അതുപോലെ തന്നെ ഈത്തപ്പന നാരുകളാൽ ഉണ്ടാക്കുന്ന ഒരു മാലയും അത് മതി ഫാത്തിമാക്ക്. സൗബാനെ, ഫാത്തിമാക്ക് വേണ്ടി നിങ്ങളത് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുക. ആ വെള്ളിയുടെ രണ്ട് വള ഹസൻ ഹുസൈൻ തങ്ങന്മാരുടെ കൈകളിൽ നിന്ന് ഊരുകയും ഇത് ആർഭാടമാണെന്നതിന്റെ പേരിൽ ഹറാമായത് കൊണ്ടല്ല. അഹ്ലുബൈത്തിന്, ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിന് ഇത് വേണ്ട. നബി തങ്ങൾ ദുആ ഇറക്കുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫാ. അല്ലാഹുവേ, മുഹമ്മദ് നബി തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും ജീവൻ നിലനിൽക്കാൻ എന്താണോ വേണ്ടത് അത് മതി റബ്ബേ, അതിലേറെ വേണ്ട, ഏറെ വേണ്ട എന്ന് ലോകത്ത് മുത്തുനിബിതങ്ങൾ പ്രബോധനം ചെയ്തത്, ഇസ്ലാം ലോകത്ത് വളർത്തിയത് നിബിതങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിരുന്നില്ല.
ഹബീബായ നബി തങ്ങൾക്ക് സമ്പാദിക്കാനായിരുന്നില്ലെന്നും മുത്തുനബി തങ്ങൾ ഐഹികമായ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മനുഷ്യലോകത്തെ നന്മയുടെ വഴിയിലേക്ക് വിളിച്ചത്. ഒരു ഐഹിക ലാഭവും നോക്കിയല്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ പ്രതിഫലം അല്ലാഹുവാണ് നൽകേണ്ടത്, അല്ലാഹുവിൽ നിന്നാണ് ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ദുന്യാവിൽ നിന്ന് വേണ്ടെന്ന് വെച്ച പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് പോലും ഹബീബായ നബി തങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ عن نفسه فأراها أيما شممي وأكدت زهده في الدنيا ضرورته إن الضرورة لا تعدو على العصم وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പർവ്വതങ്ങൾ മുഴുവനും നബിയെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി സ്വർണമായി മാറിക്കൊള്ളട്ടെയോ എന്ന് ചോദിച്ചു വന്നപ്പോൾ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ ഖസാഇനുൽ അർദ്, പ്രപഞ്ചത്തിന്റെ സർവമാന നിധികളും നബിയെ അങ്ങേക്ക് തന്നേട്ടയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുസ് സാഹിദീൻ. അത് ഹറാമായതുകൊണ്ടല്ല, ഹറാമായതിന്റെ പേരിലല്ല. ഹബീബായ നബി തങ്ങൾ ഹബീബിനത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിക്കും വേണ്ട. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന കൊച്ചുമക്കളുടെ കൈകളിൽ കണ്ട ആ ഒരു വെള്ളിയുടെ വളകൾക്ക് പകരം എല്ലുകൊണ്ടുണ്ടാക്കുന്ന ആജ് കൊണ്ടുണ്ടാക്കിയ, അതും ആമയുടെ പുറമെല്ലിനാണ് ആജ് എന്ന് പറയുന്നത്, അതുകൊണ്ട് 2 കൊച്ചു വളയാവട്ടെ, ഈ തപ്പന നാരുകളെ കൊണ്ടുണ്ടാക്കുന്ന ഒരു മാലയും മതി, അതിലപ്പുറം ആർഭാടം എന്റെ മോൾക്ക് വേണ്ട എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഹബീബിന്റെ വീടിനുള്ളെന്താണ്? ഹുജ്റകൾ, നബിതങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാർ, ഹബീബിന്റെ ഭാര്യമാർ. വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബിതങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. ആ ഹബീബിന്റെ ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഹുജ്റകളാണ്, റൂമുകൾ. റൂം എന്ന് പറഞ്ഞാൽ നിന്ന് കൈപൊക്കിയാൽ റൂഫിൽ തട്ടും, കിടന്ന് കാല് നിവർത്തിയാൽ ചുമരിന്റെ 2 അറ്റങ്ങളിൽ തട്ടും. അങ്ങനത്തെ കൊച്ചു കൊച്ചു റൂമുകൾ. ചില റിവായത്തുകളിലൊക്കെ മുത്തുനബി തങ്ങളുടെ വീടിനുള്ള ചുടുവെള്ളം കുളിക്കാൻ വെച്ച ഹമ്മാമുകളാണോ എന്ന് പോലും അവർ സംശയിക്കുമായിരുന്നു, ചൂടുകൊണ്ട്, വിങ്ങലുകൊണ്ട്. മുത്തുനബിയുടെ വീട്ടിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോ മഹാനവറുകൾ അനുഭവം പറയുന്നുണ്ട്. ഇമാം അഹ്മദ് എന്നവരും മുസ്നദിലും ഹാക്കിം എന്നവരും മുസ്തദ്റക്കിലും കൊണ്ടുവന്ന ഹദീസ് സ്വഹീഹുൻ അലാ ശർത്ത് മുസ്ലിം, ഇമാം മുസ്ലിം തങ്ങളുടെ ഷർത്തനുസരിച്ച് സ്വഹീഹായ ഹദീസ്. മഹാനവറുകൾ പറയുന്നു, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് കയറി ചൊല്ലുന്നു. വഹുവ മുൽതജിഉൻ അലാ ഹസീർ, അല്ലാഹുവിന്റെ റസൂൽ ഒരു പായയിൽ കിടക്കുകയാണ്. നബിതങ്ങൾ ഖദ് അസ്സറ ഫീ ജംബിഹി, നബിതങ്ങളുടെ ശരീരത്തിലാകമാനം ആ പായയുടെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ഫബദറത് ഐനായി, എന്റെ കണ്ണുകളെ എനിക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, എന്റെ കണ്ണുകൾ കണ്ണുനീരുകൾ പൊഴിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ലോകത്തിന്റെ ഗുരുവാണ്,
ഈത്തപ്പനയോലകളുടെ പരുപരുത്ത പായയിൽ കിടന്നിട്ട് ആ വെളുവെളുത്ത മേനിയിൽ ശരീരമാസകലം അടയാളം പതിഞ്ഞിരിക്കുമ്പോ എന്റെ കണ്ണുകൾ എനിക്ക് പിടിച്ചു വെക്കാനായില്ല. എന്റെ മുഖത്തേക്ക് നോക്കുന്നു ലോകത്തിന്റെ ഗുരു, എന്നിട്ട് ചോദിക്കുന്നു, ഖത്താബിന്റെ മകനെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉമറേ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാലി ലാ അബ്കി, എന്തുകൊണ്ട് ഞാൻ കരയാതിരിക്കണം നബിയേ? വഖദ് അസ്റൽ ഹസീർ ഫീ ജംബിക, പായയുടെ അടയാളം ശരീരത്തിൽ പതിഞ്ഞു കിടക്കുകയല്ലോ നബിയേ, അങ്ങയുടെ മിനുമിനുത്ത ശരീരത്തിൽ. وكسرى وقيصر في الثمار والأنهار وعلى سرر الذهب وفرش الديباج. നബിയേ, തൊട്ടടുത്ത രാജ്യമായ ഇറാൻ, കടൽ കടന്നാൽ കിട്ടുന്ന ഇറാൻ, പേർഷ്യൻ രാജാക്കന്മാരും റോമൻ ഭരണാധികാരികളും പഴവർഗ്ഗങ്ങളും തോട്ടങ്ങളുമായി, സ്വർണത്തിന്റെ കട്ടിലുകളും മിനുമിനുത്ത പട്ടുടയാടകളുമായി മിനുമിനുത്ത പട്ടുകളിൽ കിടക്കുമ്പോ അങ്ങല്ലയോ റഹ്മത്തുൽ ലിൽ ആലമീൻ, അങ്ങല്ലയോ അഫ്ളലു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരെ നബിയേ, അങ്ങേക്കിത് വേണോ നബിയേ? വഅൻത നബിയുല്ലാഹി വസഫവതുഹു, അല്ലാഹു ഏറ്റവും തെരഞ്ഞെടുത്തവരും അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുമല്ലയോ നബിയേ നിങ്ങൾ? അങ്ങേക്കിത് മതിയോ നബിയേ? ജീവിതത്തിൽ ആ വിരിപ്പെങ്കിലും ഒന്ന് വിരിക്കാനില്ലാതെ അങ്ങെന്തിനാ നബിയെ കഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി വരുന്നു, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, അമാ തർളാഹ് അൻ തകൂന ലനൽ ആഖിറ വലഹുമുദ് ദുനിയാ. ഉമറേ, മരിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഈ ലോകം അവർക്ക് അല്ലാഹു കൊടുക്കുകയും ഒരിക്കലും മരണമില്ലാത്ത പരലോകം, അവിടുത്തെ സുഖങ്ങളെല്ലാം അല്ലാഹു നമുക്ക് നൽകുകയാണെങ്കിൽ അത് പോരെ ഉമറേ? എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? അമാ തർളാഹ് അൻ തകൂന ലനൽ ആഖിറ വലഹുമുദ് ദുനിയാ, അവർക്ക് ഈ ലോകവും നമുക്ക് പരലോകവും അല്ലാഹു നൽകുകയാണെങ്കിൽ പോരെ എന്ന്. ഖുൽതു ബലാ റളീതു യാ റസൂലല്ലാഹ്, നബിയേ സമ്മതമായി നബിയേ, എനിക്കത് മതി. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഉലൈക ഖൗമുൻ അജ്ലത് ലഹും ത്വയ്യിബാതുഹും, അവർക്ക് അല്ലാഹു എന്തെങ്കിലും ഈ ലോകത്ത് നന്മ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഉമറേ, നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷയാണ്. വഇന്നാ ഖൗമുൻ ഉഖിറത് ലനാ ത്വയ്യിബാതുനാ ഫീ ആഖിറതിനാ, ഉമറേ, നമുക്ക് അല്ലാഹു വെച്ച നന്മകൾ നാളെ പരലോകത്ത് കാത്തിരിക്കുകയാണ്. നമുക്ക് സ്വർഗമുണ്ട്. ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും ചിന്തിക്കാൻ പോലും കഴിയാത്തത് സ്വർഗലോകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹു. ഉമറേ, നമുക്കത് പോരെ? കിസ്റായുടെയും കൈസറിന്റെയും സീസറിന്റെയും ഖുസ്രുവിന്റെയും ഭൗതിക ആഡംബരങ്ങൾ കണ്ടിട്ട് എന്തിനാണ് ഉമറേ നിങ്ങൾ അതുമായി എന്നെ തുലനം ചെയ്ത് സങ്കടപ്പെടുന്നത്? അവര് ഈ ലോകത്ത് അനുഭവിച്ച് തീരും ഉമറേ, ഇതോടുകൂടെ അവർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് അല്ലാഹു വെച്ച നന്മകൾ കാണുമ്പോ അതെത്ര വലുതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങളോട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഒരു പായയിൽ കിടന്നിട്ട് ശരീരമാസകലം അടയാളങ്ങളുമായി നബി എഴുന്നേറ്റ് നിൽക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ലബിത്തഖദ്നാ ലക വിതാആ, നബിയേ, ഈ പായയുടെ മീതെ അങ്ങേക്ക് കിടക്കാനായി ഒരു വിരിപ്പ് ഞങ്ങൾ വിരിച്ചു തന്നുകൂടെ? അങ്ങ് എന്താ ഞങ്ങളെ വിരിക്കാൻ സമ്മതിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ മുത്തുനബിയുടെ മറുപടി വരുന്നു, മാലീ വലിദ്ദുന്യാ, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എന്ത് സങ്കടപ്പെടാൻ. വമാ അന ഫിദ്ദുന്യാ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത ശജറ ثم راح فتركها. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ, ഈ ലോകത്ത് ജീവിക്കുമ്പോ ഞാനൊരു യാത്രക്കാരനാണ്. യാത്രക്കാരൻ ക്ഷീണിക്കുമ്പോ
ഒരു വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കും. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ആ വൃക്ഷത്തിന്റെ തണലിൽ താമസിക്കുമ്പോ അവിടെ ഒരാൾ വീട് വെക്കുന്നുണ്ടോ? അവിടെ ആരെങ്കിലും സ്ഥിരമായി താമസിക്കുന്നുണ്ടോ? യാത്രയുടെ മധ്യയല്ലേ? അങ്ങനത്തെ ഒരു യാത്രയിലാണ് ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നതെന്ന വളരെ മഹത്തരമായൊരു മറുപടി, സുഹുദിന്റെയും പരിത്യാഗത്തിന്റെയും അടയാളം, അതല്ല ജീവിത വിശുദ്ധിയിലൂടെ അത് കാണിച്ചു കൊടുത്ത ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ഇബ്നു മസ്ഊദ് തങ്ങളാ പറയുന്നത്, ദഖൽതു അലൻ നബി, ഹബീബിന്റെ റൂമിലേക്ക് ഞാൻ ഒരിക്കൽ ചെന്നപ്പോ, വഹുവ ഫീ ഗുർഫത്തിൻ കഅന്നഹാ ഹമ്മാം, അതൊരു ബാത്റൂം പോലെയുണ്ട്. ഈ ബാത്റൂം എന്ന പ്രയോഗം, അന്ന് ചുടുവെള്ളം കിട്ടുന്നത് ബാത്റൂമിലാണ്. അന്നൊക്കെ പബ്ലിക് ഹമ്മാമുകളുണ്ട്, പബ്ലിക് ബാത്തുകളുണ്ട്. പബ്ലിക് ബാത്ത് എന്ന് നമ്മൾ ചരിത്രത്തിലൊക്കെ വായിക്കുന്നത് മദീനയിലുമുണ്ട്, ഷാമിലുണ്ടായിരുന്നു ധാരാളം. അങ്ങനത്തെ ചുടുവെള്ളം വെച്ച് തിളച്ചുമറിയുന്ന വെള്ളമുള്ള ചൂടുള്ള ഒരു റൂം പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക് ഞാൻ കയറി ചെന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവർ കരഞ്ഞപ്പോഴും മുത്തുനബി തങ്ങൾ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ഫലാ തബ്കി യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ നിങ്ങൾ കരയരുത്, ഫഇന്ന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ, അവർക്ക് ഈ ലോകമുണ്ട്, നമുക്ക് അല്ലാഹു പരലോകം വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നിങ്ങൾ കരയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്താ, നാളെ ഖബർ മുതലങ്ങോട്ട് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നന്മ വെച്ചിരിക്കുകയല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഹബീബിന്റെ വീടിന്റെ അകത്തളം വിശദീകരിച്ചു തരുന്ന മറ്റൊരു റാവി, സ്വഹാബിയായ ഹബീബിന്റെ കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തനബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ മുഴുവൻ ത്വലാഖ് ചൊല്ലി എന്ന ഒരു റൂമർ മദീനയിൽ ആകമാനം പരന്നപ്പോ മഹാനായ ഉമർ എന്നവര് ഓടിച്ചെന്ന ഒരു നേരമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം മകൾ ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹാ, ഹഫ്സാ ബീവി ഹബീബിന്റെ ഭാര്യയാണ്. അവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോളാണ്. ഹഫ്സാ ബീവിയെ അല്ലാഹുവിന്റെ റസൂൽ ത്വലാഖ് ചൊല്ലിക്കാണുമോ? പേടിച്ചോടി ചെല്ലുകയാണ്. ആയിഷ ബീവിയോട് ചെന്ന് ചോദിച്ചു ആദ്യമായിട്ട്, യാ ബിൻത അബീ ബക്കറിൻ, അബൂബക്കറിന്റെ മോളെ, ഖദ് ബലഗ മിൻ ശഅനികി അൻ തുഅദി റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇച്ചിരി ചൂടിലാണ്. ആയിഷ ബീവി പറഞ്ഞു, അലൈക ബിഐബതിക്, ഉമറേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, അതായത് നിങ്ങളുടെ മകൾ ഹഫ്സയോട് പോയി ചോദിച്ചാൽ പോരെ, എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ബീവിമാരും 29 ദിവസമായി നിരാഹാരത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ഒരു ചെറിയൊരു പിണക്കമുണ്ടായ വളരെ രസകരവും ചിന്തോദ്ദീപകവുമായ ഹബീബിന്റെ ജീവിതത്തിലെ ആ ഒരു അനുഭവത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മോൾ ഹഫ്സാ ബീവിയോട് ചെന്ന് ചോദിക്കുന്ന നേരമുണ്ട്, ഹഫ്സാ ഖദ് ബലഗ മിൻ ശഅനികി അൻ തുഅദി റസൂലല്ലാഹ്, ഹഫ്സാ അല്ലാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടാക്കാൻ മാത്രം നീ അങ്ങ് വളർന്നോ? വലൗലാ അന ലതല്ലഖകി റസൂലുള്ളാഹ്, ഹഫ്സാ നീ ഓർക്കണം, വല്ലാഹി ലഖദ് അലിംതി അന്ന റസൂലല്ലാഹി ലാ യുഹിബ്ബുകി ഹഫ്സാ, ഹബീബായ നബി തങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടായല്ലേ, അത് നിങ്ങൾക്ക് ബോധിക്കണം, നിങ്ങൾ അറിയണം. ആയിഷ ബീവി എന്നത് മുത്ത് റസൂലുള്ളാഹിയുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മകളാണ്. ഇബ്നതു ഹിബ്ബി റസൂലില്ലാഹി, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകളാണ് ആയിഷ ബീവി. അവരെ പോലെ നീയും കളിക്കല്ലേ, ആയിഷ ബീവിയെ പോലെ നീയും പെരുമാറല്ലേ ഹഫ്സാ. അല്ലാഹുവിന്റെ റസൂലിനോട് അരുതാത്തത് നീ എന്തെങ്കിലും പറഞ്ഞു പോയോ എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു വന്ന നേരം ഫബകത് അശദ്ദൽ ബുകാ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് ആ നേരത്ത്. അന്നേരം ഉമർ എന്നവർ ചോദിച്ചു, ഐന റസൂലുള്ളാഹ്, എവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നത്? ഹുവ ഫീ ഖസാനതിഹി ഫിൽ മശ്റബ, ഹുവ ഫീ ഖസാനതിഹി ഫിൽ മശ്റബ, നബി തങ്ങൾ ധാന്യം കൂട്ടിവെക്കുന്ന പുര, നമ്മളൊക്കെ സ്റ്റോറേജ് റൂം എന്ന് പറയുന്ന, സ്റ്റോർ റൂം എന്ന് പറയുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ വെക്കുന്ന റൂമിനാണ് അന്ന് മുത്തനബി തങ്ങളുടെ കാലഘട്ടത്തിൽ
റസൂലുള്ളാഹി തങ്ങളുടെ ഖിസാനത്ത് എന്ന് പറയുന്ന സ്ഥലം, മശ്റബത്ത് എന്ന് പറഞ്ഞാൽ മുത്തനബി തങ്ങളുടെ ഹബീബിനെ വിശ്രമിക്കാൻ, ഹബീബിനെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് കുടിക്കാൻ എന്തെങ്കിലും പാനീയം നൽകുമ്പോ അതിഥികൾ ഇരുന്നിരുന്ന സ്ഥലമാണ് മശ്റബ. ഹബീബായ തങ്ങളുടെ റൂമിന്റെ ലെവലിൽ നിന്ന് ഒരൽപ്പം 2-3 സ്റ്റെപ്പ് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു തിണ്ണയുണ്ട്. അതിനുള്ളിലാണ് ഗോതമ്പോ ബാർലിയോ കാരക്കയോ വീട്ടിൽ എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അടുക്കളയിലൊന്നും സൂക്ഷിക്കുന്ന പതിവില്ല. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഖിസാനത്തിലാണ്. ഹബീബ് എവിടെയാണ് മോളെ എന്ന് ചോദിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മോളോട്, ഹബീബിന്റെ ഭാര്യയോട്, ഹഫ്സ ബിൻത് ഉമർ, ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവിയോട്, ഹുവ ഫീ ഖിസാനതിഹി ഫിൽ മശ്റബ, നബി തങ്ങൾ ആ റൂമിലുണ്ട്, ജനങ്ങളിരിക്കുന്ന തൊട്ടടുത്ത റൂമിലുണ്ട്. 29 ദിവസമായി അവിടുത്തെ കുടുംബത്തോട് മിണ്ടാതെ നബി തങ്ങളിൽ നിന്നൊരു സംഭവമുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലെ, അവിടുത്തെ കുടുംബ ജീവിതത്തിൽ നബി തങ്ങൾ 9 ഭാര്യമാരെ, വ്യത്യസ്ത സ്വഭാവക്കാരികളായ നമ്മുടെ മാതാക്കന്മാർ, ശറഇന് നിരക്കാത്തതൊന്നുമല്ല അവർ ചെയ്തത്. സാധാരണ എല്ലാ വീടുകളിലും പട്ടിണി കിടക്കാതെ ജീവിക്കാൻ വകുപ്പുണ്ടായിരുന്ന കാലത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പട്ടിണി കിടന്ന് ജീവിച്ചപ്പോൾ, നബിയേ ഞങ്ങൾക്ക് ഭക്ഷണം വേണം റസൂലേ, എല്ലാ വീട്ടിലും ഭക്ഷണമില്ലേ, ഒരു നേരമെങ്കിലും കാരക്കയോ വെള്ളമോ, ഒരു നേരമെങ്കിലും ഗോതമ്പോ എന്തെങ്കിലും, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഞങ്ങൾക്ക് വേണം നബിയേ എന്ന് ഹബീബായ നബി തങ്ങളോട് ആവശ്യപ്പെട്ട് നടന്ന ഒരു ചെറിയ പിണക്കം, അതാണ് 1 മാസം നീണ്ടു നിന്നത്. ഹബീബായ നബി തങ്ങൾ ആ റൂമിലായിരുന്നു. അവിടേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോൾ ആ റൂം ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഫദഖൽതു ഫഇദാ അന ബിറബാഹിൻ ഗുലാം റസൂലില്ലാഹി ഖാഇദൻ അലാ അസ്ഖഫത്തിൽ മശ്റബ. മുത്തനബി തങ്ങളുടെ ആ റൂമിന്റെ വാതിലിക്കൽ നബി തങ്ങളുടെ വീട്ടിലെ വേലക്കാരനായ റബാഹ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആ റബാഹിനോട് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റബാഹേ റസൂൽ അവിടെയുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് റസൂലിനെ കാണണം. നോക്കുമ്പോൾ വതഹ്ത റിജ്ലൈഹി നഖീറും മിൻ ഖശബിൻ, ആ റബാഹ് തങ്ങൾ നിൽക്കുന്നത് ഈത്തപ്പനയുടെ തടി കൊണ്ടുണ്ടാക്കിയ 2-3 സ്റ്റെപ്പ്, മിമ്പറിന്റെ സ്റ്റെപ്പ് പോലെ സ്റ്റെപ്പുള്ള ഒരു കൊച്ചു കോണി പോലോത്ത 2-3 തട്ടുള്ള ഒരു ഈത്തപ്പനയുടെ തടിയാണത്. അതിന്മേൽ കയറി വേണം റൂമിലേക്ക് കയറാൻ. അതിൽ ചില ദ്വാരങ്ങളുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ പലക പോലുമല്ലാതെ ഈത്തപ്പനയുടെ തടിയിൽ നിന്ന് ചെത്തിയുണ്ടാക്കിയ 2-3 സ്റ്റെപ്പ് പോലെ താഴെ നിന്ന് റൂമിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ്. അതിന്റെ മീതെ കയറിയിട്ട് വേണം ഹബീബിന്റെ റൂമിലേക്ക് ചെല്ലാൻ. ഞാൻ പറഞ്ഞു, യാ റബാഹ് ഇസ്തഅദിനി റസൂലല്ലാഹ്, റബാഹേ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം, ഉമർ ഇബ്നുൽ ഖത്താബ് വന്നിട്ടുണ്ട്, എനിക്ക് നബിയോട് സംസാരിക്കണം. ഹബീബായ നബി തങ്ങൾ ഹഫ്സ ബീവിയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ എന്നാണ് ഉമർ എന്നവർക്കറിയേണ്ടത്. റബാഹേ ഒന്ന് ചോദിക്കുമോ? ഹബീബായ നബി തങ്ങൾ ഉമർ എന്നവരെ നോക്കുന്നുണ്ട്. നബി തങ്ങളൊന്നും മറുപടി കൊടുത്തില്ല. ഉമർ എന്നവർ പറയുന്നു, ഞാൻ കുറച്ചു നേരം കാത്തുനിന്നു. ഞാൻ പറഞ്ഞു, റബാഹേ ഒന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കിൻ, ഉമർ വന്നിട്ടുണ്ട്, റൂമിലേക്ക് കയറാൻ സമ്മതമുണ്ടോ എന്ന് ചോദിക്കണം. റബാഹ് എന്നവർ റൂമിലേക്ക് നോക്കി. ഹബീബായ തങ്ങളും നോക്കുന്നുണ്ട്, മറുപടിയില്ല. ഇല്ല ഉമറേ, ഹബീബ് മറുപടി തന്നിട്ടില്ല. ഹബീബിനറിയാം ഇത് ഹഫ്സ ബീവിയുടെ വിഷയം സംസാരിക്കാൻ വന്ന ഹബീബിന്റെ അമ്മോഷനാണിത്. ഇത് ഹബീബിന്റെ കൂട്ടുകാരനാണ്. ഹബീബിന്റെ ചെറുപ്പം മുതലുള്ള പരിചയമുള്ള ഹബീബിന്റെ ഉറ്റത്തോഴനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ പറയുന്നു, ഞാൻ ഒച്ച വെച്ച് ഉറക്കെ പറഞ്ഞു, റബാഹേ എനിക്ക് റസൂലുള്ളാഹിനെ കാണാതെ പോകാൻ കഴിയില്ല, എനിക്ക് സമ്മതം വാങ്ങിച്ചതാ. റബാഹ് റളിയല്ലാഹു അൻഹു നബിയോട് ചെന്ന് പറയുന്നു, നബിയേ ഇതാ ഉമർ എന്നവർ കാണണമെന്ന് പറയുന്നു. 3 സമയമായി, 3 തവണയായി ചോദിക്കുന്നു. ആ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ഫദഖൽതു അലാ റസൂലില്ലാഹ്, കാണണം തിരുനബിയുടെ വീടിനകം
ഹബീബിന്റെ വീടിന്റെ ഉള്ളകം, ആ വീടിന്റെ ഉള്ളകം നമ്മളൊന്ന് കണ്ണുകൊണ്ട് കാണണം. ലോകത്ത് ഒരു വിശ്വാസിയും ഒരിക്കലും പറയില്ല മുത്തുനബി തങ്ങളെങ്ങാനും ഒരു സൗകര്യമുള്ള വീടോ ആർഭാടമോ ഉണ്ടായിരുന്നെങ്കിൽ പടച്ചവനെ ദാരിദ്ര്യത്തിൽപ്പെട്ടുപോയി എനിക്ക് അത്ര ഉണ്ടായില്ലല്ലോ എന്ന് പോലും ഒരു വിശ്വാസിക്കും സങ്കടപ്പെടേണ്ടതില്ലാത്ത വിധം സാധാരണക്കാരെക്കാളും താഴ്ന്ന ജീവിത നിലവാരത്തിൽ, എന്നാൽ എത്രയും സന്തോഷമുള്ള മനസ്സുമായി 9 കുടുംബിനികളെയും കൊണ്ട് ജീവിച്ച നമ്മുടെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു ഉമർ റളിയല്ലാഹു അൻഹു. വഹുവ മുൽതജിഉൻ അലാ ഹസ്വീർ. നബി തങ്ങൾ ഒരു പായയിൽ കിടക്കുകയാണ്. ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നബിയാണോ മിഅ്റാജിന് അല്ലാഹു കൊണ്ടുപോയത്, ഏതൊരു നബിയാണോ ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിന്റെ പുറത്ത് അതുവരേക്കും ഒരു പ്രവാചകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വിധം വളരെ മനോഹരമായി അലങ്കരിച്ചൊരുക്കപ്പെട്ട് ചമൽക്കാരവും സൗന്ദര്യവും നൽകപ്പെട്ട് ഹബീബിന്റെ മുമ്പിൽ സുഗന്ധം പൂശി കൊണ്ടുവരപ്പെട്ട ആ ബുറാഖിന്റെ മീതെ കയറി ഹബീബിന്റെ ചാരത്തേക്ക്, മെഹബൂബിന്റെ ചാരത്തേക്ക് യാത്ര ചെയ്ത സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബുറാഖിന്റെ പുറത്ത് ഹറമിൽ നിന്ന് ഹറമിലേക്ക് ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ട് അള്ളാഹു യാത്ര ചെയ്യിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ നബി തങ്ങൾ രാജാതിരാജന്റെ സവിധത്തേക്ക് അള്ളാഹു ആനയിച്ചു കൊണ്ടുപോയ ഹബീബ്, ആ ഹബീബിനെ ഹബീബിന്റെ റൂമിന്റെ ഉള്ളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നത് വഹുവ മുൽതജിഉൻ അലാ ഹസ്വീർ. മുത്തുനബി തങ്ങൾ ഒരു പായയിൽ കിടക്കുകയാണ്. ഫജലസ്തു, ഞാൻ അവിടെ ചെന്നിരുന്നു. ഫഅദ്നാ അലൈഹി ഇസാറഹു, നബി തങ്ങളുടെ വസ്ത്രം, അരമുണ്ട വസ്ത്ര നബി തങ്ങൾ പൂർണ്ണമായും കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്ത്തിവെച്ചു. വലൈസ അലൈഹി ഗൈറുഹു, അരമുണ്ട് വസ്ത്രമല്ലാതെ ഹബീബിന്റെ ഒരു വെസ്റ്റോ അല്ലെങ്കിൽ ഒരു ബനിയൻ പോലെയുള്ള ഒരു വസ്ത്രമോ ഒന്നുമില്ലാതെ വെറും ഒരു അരമുണ്ടെടുത്ത് ഒരു ഉണക്കപ്പായയിൽ കിടക്കുന്ന ഗുരുവിനെ ഞാൻ കണ്ടു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് സയ്യിദു സാഹിദീൻ, സാഹിദീങ്ങളുടെ നേതാവാണ് റസൂലുള്ളാഹ്. അച്ചതുഹുദ് ദുനിയാ വഹിയ റാഗിമ, വേണ്ടെന്ന് വെച്ചിട്ടും ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ ഹബീബിന്റെ മുമ്പിലേക്ക് വരികയായിരുന്നു. പക്ഷേ നബി തങ്ങൾ അതിലേക്ക് കൈനീട്ടിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ ലോകത്തോട് വഫാത്താകുമ്പോ സ്വന്തം വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ബാർലി കിട്ടാതെ, ഗോതമ്പിനേക്കാളും നിലവാരം കുറവാണെന്ന് ബാർലിയുടെ ധാന്യമണികൾ വാങ്ങിക്കാൻ കാശില്ലാത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാള് ഒരു ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തി എന്നാണ് സംഭവം. പണയെന്ന് പറയുമ്പോ പലിശ പണയമല്ല എന്നോർക്കണം, ഇത് പലിശയുടെ ഏർപ്പാടല്ല.
മുത്തുനബി തങ്ങൾ ഈ ബാർലിയുടെ കാശ് ഞാൻ തരാം, എന്നാൽ എനിക്കെങ്ങാനും അത് നൽകാൻ പറ്റാതെ വന്നാൽ നിങ്ങൾക്കൊരു ഗ്യാരണ്ടിക്ക് ഇതാ എന്റെ വാള് പിടിച്ചോളൂ എന്നാണ് കൊടുത്തത്. അങ്ങനെ തന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ബാർലി ഭക്ഷണത്തിന് കാശ് കൊടുക്കാനില്ലാതെ വന്നിട്ട് അവിടുത്തെ വാള് ഒരു ജൂതന്റെ കയ്യിൽ ഗ്യാരണ്ടി കൊടുത്തതിന് ശേഷം ലോകത്തോട് വിട പറഞ്ഞ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രം പോരെ, പ്രവാചകരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം അള്ളാഹുവിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇത് മാത്രം പോരെ, ലോകത്തിന് വിധങ്ങൾ ദീൻ പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു, ഈ ലോകം സമ്പാദിക്കാനല്ല, കാശുണ്ടാക്കാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുതലാളിമാരുടെ മുതലാളിയാവാൻ ഹബീബിന് പറ്റില്ലേ? സ്വഹാബികൾ ഓരോരുത്തരും 1 ദീനാർ കൊടുത്താൽ പോരായിരുന്നോ നബി തങ്ങൾക്ക് കോടിപതിയാവാൻ? 1,23,000 ആളുകൾ ഹജ്ജിന് വന്നിട്ടുണ്ട് ഹബീബിന്റെ കൂടെ. അവരെങ്ങാനും വിചാരിച്ചാൽ ഹബീബിന് ലക്ഷങ്ങൾ വാങ്ങിക്കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയും. ഹബീബായ നബി തങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ, ഹബീബിന്റെ റൂമിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഒരു അരമുണ്ട വസ്ത്രമല്ലാതെ മറ്റൊന്നും ഹബീബിന്റെ ദേഹത്തില്ല. വഇദൽ ഹസീറു ഖദ് അസ്റ ഫീ ജംബിഹി, ഹബീബിന്റെ ശരീരത്തിലൊന്നാകെ ഈത്തപ്പനയുടെ ഓലകളുടെ ആ പരുപരുത്ത പാടുകൾ ഞാൻ കാണുകയുണ്ടായി. ഹബീബിരിക്കുന്നത് ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്ന റൂമാണ് ഖിസാനതിഹി, ഹബീബിന്റെ ഖിസാനയാണിത്. ഫനളറതു ബിബസരി ഫീ ഖിസാനതി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ സ്റ്റോർ റൂമിൽ എന്താണുള്ളതെന്ന് ഞാൻ നോക്കി. ഹബീബിരിക്കുന്നത് അവിടുത്തെ സ്റ്റോർ റൂമിലാണ്. അവിടെ പഞ്ചസാരയോ ചായപ്പൊടിയോ ഗോതമ്പോ റൊട്ടിയോ വിഭവങ്ങളോ മാംസമോ എന്താ അവിടെ ഉള്ളത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കി. ഫീ ഖിസാനത്തി റസൂലില്ലാഹ്, ഹബീബിന്റെ ജീവിത വിശുദ്ധിയെ അയവിറക്കുന്ന ഈ റബീഉൽ അവ്വലിൽ ഹബീബിന്റെ വീടിന്റെ ഉള്ളകം എങ്ങനെയാണെന്ന് നമുക്കറിയാം. മുത്തുനബി തങ്ങളുടെ ഖിസാനയിൽ ഞാൻ നോക്കി. ഫഇദാ അന ബിഖബ്ളത്തിൻ മിൻ ശഈരിൻ നഹ്വ സ്സാഇ വമിസ്ലഹാ, ഹബീബായ നബി തങ്ങളുടെ റൂമിലുള്ളത് 1 സ്വാഅ് ബാർലിയാണ്. 1 സ്വാഅ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 കിലോ. 1.25 കിലോ വരുന്ന ബാർലി അത് മാത്രമേ അവിടെയുള്ളൂ. അതിന്റെ കൂടെ എണ്ണയില്ല, ഒലീവില്ല, മറ്റു സാധനങ്ങളൊന്നുമില്ല, സ്പൈസുകളില്ല, ഒന്നുമില്ല. ഒരു 2 കിലോയുടെ താഴെ വരുന്ന മാത്രം ഒരു ബാർലിയുടെ പൊതിയുണ്ട്. وقرضا في ناحية الغرفة وإذا أديم معلق, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു മൃഗത്തിന്റെ തോല് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കിയെടുക്കുന്ന ലെതർ, അത് ഇരിക്കാനോ വിരിക്കാനോ കിടക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് മൃഗത്തിന്റെ തോല് ഉപയോഗിക്കുന്നത്. ആ തോല്, അങ്ങനെ ഒരു മൃഗത്തിന്റെ തോല് ഒരു ചുമരിൽ നബി തങ്ങൾ തൂക്കി വെച്ചിട്ടുണ്ട്. ശുദ്ധിയാക്കിയ ഊറക്കിട്ടത് എന്ന് പറയുന്നത്, ഊറക്കിട്ട ശുദ്ധിയാക്കപ്പെട്ട ഒരു മൃഗത്തിന്റെ തോലുണ്ടവിടെ. അതും കഴിച്ചാൽ പിന്നെ ഒരു 1.25 കിലോ ബാർലി ഉണ്ടാ വീട്ടില്. ഇതല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫബ്തദറത് ഐനായി, എന്റെ കണ്ണുകൾ കരയാൻ തുടങ്ങി. എന്റെ കണ്ണുകളെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എനിക്ക് തേങ്ങല് വന്നു, എന്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നു. എന്നെ കാണുമ്പോ 29 ദിവസമായി സങ്കടപ്പെട്ടിരിക്കുന്ന നബി തങ്ങൾ എന്റെ സങ്കടം കണ്ടപ്പോ ചോദിച്ചു, മാ യുബ്കീക യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ ദേഹത്ത് ഈത്തപ്പന ഓലയുടെ പരുപരുത്ത പാടുകളും അങ്ങയുടെ ഖിസാനയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളും പോലുമില്ലാതെ ഇത്രയും സരളമായി ഇത്രയും ലാളിത്യത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ റസൂലേ വഖൈസർ വകിസ്റ
ഫിസ്സിമാരി വല്ലൻഹാർ. കിസ്റയും കൈസറും ഒരുപാട് പഴവർഗ്ഗങ്ങളും ഒരുപാട് തോട്ടങ്ങളും അരുവികളും ഒക്കെയായി ആസ്വദിച്ച് ജീവിക്കുകയാണ്. സ്വർണത്തിന്റെ കട്ടിലുകൾ അവർക്കുണ്ട്, അവർക്ക് പട്ടിന്റെ വിരിപ്പുകളുണ്ട് നബിയേ. അതൊന്നുമില്ലാതെ ലോകത്തിന്റെ ഗുരു അങ്ങെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണിത്. ഉമറേ ഉമറേ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഉമറേ? അമാ തർളാ അൻ തകൂന ലൽ ആഖിറ വലഹുമുദ് ദുനിയാ. നമുക്ക് അല്ലാഹു പരലോകവും ഇവർക്കൊക്കെ ഈ ലോകവും കൊടുത്തവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ, നമുക്ക് അവസാനിക്കാത്ത ഒരു ലോകത്തിന്റെ സുഖം അല്ലാഹു നൽകുകയാണെങ്കിൽ ഉമറേ നമുക്കത് പോരെ, നിങ്ങൾ എന്തിനാ കരയുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു എന്നോട് ചോദിച്ചുവെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. ആ സംഭവം അങ്ങനെ അവസാനിക്കുന്നു. മുത്തനബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ അങ്ങയുടെ ഭാര്യമാരങ്ങ് ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല ഉമറേ, ഇല്ല. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. നബിയേ, എന്റെ മോൾ ഹഫ്സയുടെ തലയെടുക്കണമെന്നങ്ങ് പറഞ്ഞാ ഞാൻ എടുക്കും നബിയേ, എനിക്കത് പ്രശ്നമല്ല. റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, മാ നശുഖു അലൈക മിൻ ശഅനിൻ നിസാ. അങ്ങയുടെ ഭാര്യമാർ, അതിൽ എന്റെ മകളടക്കമുണ്ട്, ഹഫ്സയുണ്ട് റളിയല്ലാഹു അൻഹാ വറളിയല്ലാഹു അൻഹുന്ന ജമീഅ. നമ്മുടെ ഉമ്മമാരായ മുഅ്മിനാത്തുകളുടെ മാതാക്കളായ മുഅ്മിനീങ്ങളുടെ മാതാക്കളായ ഹബീബിന്റെ ഭാര്യമാർ, അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിൽ ഹബീബിനോളം സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടാതെ ജീവിക്കാൻ കഴിയില്ലെന്ന പരാതിയിലാണ് ഹബീബിനോട് ഈ നിലക്ക് ഒരൽപ്പം പിണക്കമുണ്ടായത്. ഉമർ എന്നവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ കുൻത ത്വല്ലഖ്തഹുന്ന, നിങ്ങളെങ്ങാനും അവരെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഫഇന്നല്ലാഹ, ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. ഉമർ എന്നവരുടെ വാക്കിനനുചിതമായി അല്ലാഹു ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ഉമർ എന്നവർ പറയുന്ന വാക്ക് നോക്കണം. നബിയേ, നിങ്ങളെങ്ങാനും ഈ പെണ്ണുങ്ങളെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുവും വമലായികത്തുഹു, അല്ലാഹുവിന്റെ മലക്കുകളും വജിബ്രീൽ, ജിബ്രീലും വമീകായിൽ, മീകായിൽ അലൈഹിസ്സലാമും വഅന വഅബൂബക്കർ വൽമുഅ്മിനീന മഅക, ഞാനും അബൂബക്കറും എല്ലാ മുഅ്മിനീങ്ങളും അങ്ങയുടെ കൂടെയുണ്ട് നബിയേ, അങ്ങ് പേടിക്കണ്ട. വേണമെങ്കിൽ അങ്ങ് ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിക്കോളൂ നബിയേ. വകുല്ലമാ തകല്ലംതു അഹ്മദുല്ലാഹ ബികലാമി, നബിയേ ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. വഅർജു അൻ യകൂന അല്ലാഹു യുസദ്ദിഖു ഖൗലി അല്ലദീ യഖൂലു, ഞാൻ പറയുന്നത് സത്യസന്ധമാണെന്ന് അല്ലാഹു തെളിയിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇതങ്ങ് പറഞ്ഞു വെച്ചപ്പോഴാണ് മഹാനായ ഉമർ എന്നവർ പറഞ്ഞ അതുപോലെ സമാനമായ വാക്കുകളിൽ അല്ലാഹു ആയത്തിറക്കുന്നത്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹമനുസരിച്ചിറങ്ങിയ ആയത്തുകൾ എന്ന ഒരു ഗ്രന്ഥം തന്നെ ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, സൂറത്തു തഹരീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്താണത്രേ ഇത്. അസാ റബ്ബുഹു, മുത്തുനബിയുടെ റബ്ബ് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളെ നബി ഞങ്ങൾ ത്വലാഖ് ചൊല്ലുകയും അങ്ങനെ നബി തങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അയ്യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ, നിങ്ങളെക്കാളും നല്ലവരായ ഭാര്യമാരെ ഹബീബിന് അല്ലാഹു കൊടുക്കും. അങ്ങ് പറഞ്ഞപ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പറഞ്ഞു, ഇഖ്തർനല്ലാഹ വറസൂലഹു, ഞങ്ങൾക്ക് അല്ലാഹു മതി റസൂല് മതി, ഞങ്ങൾ പട്ടിണി കിടന്ന് സഹിച്ചോളാം, ഞങ്ങൾ ജീവിച്ചോളാം ഹബീബിന്റെ കൂടെ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട എന്ന് മഹാനായ നബി തങ്ങൾ മതി എന്ന് പറഞ്ഞ് മഹതിമാരായ ഉമ്മമാർ, നമ്മുടെ ഉമ്മമാർ, ഹബീബിന്റെ ഭാര്യമാർ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുകയാണുണ്ടായത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഹബീബിനോട് പല തമാശയും പറഞ്ഞു. ഹബീബിന്റെ ഒരു
ആ ദേഷ്യമൊക്കെ പോയി നബി തങ്ങളൊന്ന് സന്തോഷിക്കാൻ വേണ്ടി വകാന മിൻ അഹ്സനിൻ നാസി തഗ്റാ, ഹബീബായ നബി തങ്ങളുടെ പുഞ്ചിരി, ഹബീബിന്റെ മുൻപല്ലുകൾ വളരെ ഭംഗിയുള്ളതായിരുന്നു. ثم نزل نبي الله ونزلت فنزلت وتشبث بالجذع, മുത്തനബിതങ്ങളും ഞാനും ആ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി. ഞാനാണെങ്കിലോ പിടിച്ച് കാലുകൊണ്ട് മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. വനസല റസൂലുള്ളാഹ് കഅന്നമാ യംശി അലൽ അർദ് മാ യമസ്സുഹു ബിയദിഹി, നബിതങ്ങളാണെങ്കിലോ കൈകൊണ്ട് സൈഡിലൊന്നും പിടിക്കാതെ ആ സ്റ്റെപ്പ് ഭൂമിയിലൂടെ നടക്കുന്ന പോലെ നബിതങ്ങൾ ചാടി ഇറങ്ങിയത് ഞാൻ കണ്ടു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. ഇതായിരുന്നു ഹബീബിന്റെ വീടിന്റെ ഉള്ളകം. ഖാന വിസാദു റസൂലില്ലാഹ്, ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിതങ്ങളുടെ തലയിണ, അല്ലദീ യത്തകിഉ അലൈഹി, നബിതങ്ങൾ ചാരിയിരിക്കാൻ ഉപയോഗിക്കുന്ന ഹബീബായ നബിതങ്ങളുടെ തലയിണ, മിൻ ഉദ്മിൻ ഹശ്വുഹു ലീഫുൻ, മഹാനായ നബിതങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോല് കൊണ്ടുണ്ടാക്കിയ തലയിണയായിരുന്നു. ആ തോലിന്റെ ഉള്ളിലാണെങ്കിലോ ഹശ്വുഹു ലീഫുൻ, അതിന്റെ ഉള്ളിലുള്ളത് ഈത്തപ്പനയുടെ നാരുകളാണ്. ഈത്തപ്പനയുടെ നാരുകൾ കൊണ്ട് നിറച്ച തോല് കൊണ്ട് കവർ ചെയ്തതായിരുന്നു നബിതങ്ങളുടെ തലയിണ. എന്തായിരിക്കും അതിന്റെ ഉറപ്പ്, എന്തായിരിക്കും അതിന്റെ ഭാരം? അങ്ങനത്തെ തലയിണയാണ് മുത്തനബിതങ്ങൾ ഉപയോഗിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനുള്ളകത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മൾ. ഹബീബായ നബിതങ്ങളുടെ റൂമിലേക്ക് വരുന്നു മഹാനായ സ്വഹാബി കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻ. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബികളിൽ വളരെ പ്രമുഖനായ സ്വഹാബിയാണ്. ഈ ഹദീസ് ഇമാം തബറാനി തങ്ങൾ മുഅ്ജമുൽ ഔസത്തിൽ ബിസനദിൻ ജയ്യിദിൻ, ഇമാം ഹൈസമി മുജ്മഉസ് സവായിദിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മഹാനായ നബി തങ്ങളുടെ അടുക്കലേക്ക് കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅയ്തുഹു മുതഗയ്യിറാ, ഞാൻ ഹബീബിന്റെ അരികത്തേക്ക് വന്നപ്പോ നബിതങ്ങളുടെ ശരീരമാസകലം വിളറിയിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. നബിതങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, വല്ലാതെ തളർന്നിട്ടുണ്ട്, ശരീരമാസകലം ശോഷിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ് മാലി അറാക മുതഗയ്യിറാ, നബിയേ, എന്റെ ഉമ്മയും എന്റെ വാപ്പയും അവര് മരിച്ചാൽ പോലും അങ്ങ് ജീവിക്കണം നബിയേ. എന്റെ ഉമ്മ വാപ്പമാർക്ക് പകരം ഞാൻ അങ്ങയെ സ്വീകരിക്കാം നബിയേ. അങ്ങനത്തെ റസൂലേ എന്നോട് പറയുമോ മാലി അറാക മുതഗയ്യിറാ, എന്തേ നബിയേ നിങ്ങൾക്ക് പറ്റിയത്? എന്താണ് ഹബീബേ നിങ്ങൾ ക്ഷീണിച്ചു പോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ വീക്ഷണങ്ങളാണിത്. മുത്തനബി ഞങ്ങൾ മറുപടി കൊടുത്തപ്പോ മാ ദഖല ജൗഫി മാ യദ്ഖുലു ജൗഫ ദാതി കബിദിൻ മുൻദു സലാസ്, 3 ദിവസമായി ജീവനുള്ള ഒരാൾ തിന്നുന്ന ഭക്ഷണം, ജീവനുള്ള ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണം 3 ദിവസമായിട്ട് ഞാൻ തിന്നിട്ടില്ല കഅബേ എന്ന് കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവരുടെ കണ്ണുകൾ നിറയുകയാണ്. എവിടെന്നാണ് റബ്ബേ എന്റെ ഹബീബിന് ഭക്ഷണം കിട്ടുക? എവിടെ ചെന്നാലാ ഭക്ഷണം കിട്ടുക? അന്ന് റെസ്റ്റോറന്റുകളില്ലല്ലോ, അന്ന് സുലഭമായ ഭക്ഷണമില്ലല്ലോ. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണിത്, നീണ്ടുപോയൊരു ചരിത്രം. കഅബ് ഇബ്നു ഉജ്റ തങ്ങൾ പറയുന്നു, ഞാൻ മദീനയിലേക്ക് ഓടി, എവിടെ നിന്നെങ്കിലും എന്റെ റസൂലിന് ഭക്ഷണമുണ്ടോ? നോക്കുമ്പോൾ ഒരു ജൂതൻ അയാളുടെ ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒട്ടകക്കൂട്ടത്തിനെല്ലാം ഞാൻ വെള്ളം കൊടുക്കാം, ഓരോ ഒട്ടകത്തിന് പകരവും നിങ്ങൾ 1 കാരക്ക നൽകുമോ? എനിക്ക് 1 കാരക്ക, 1 ഈത്തപ്പഴം. നോക്കണം, ഈത്തപ്പഴം കായ്ക്കുന്ന നാടാണത്. നമുക്കാരെങ്കിലും വല്ല ഹജ്ജോ ഉംറയോ കഴിഞ്ഞ് വരുമ്പോ 1 ഈത്തപ്പഴം തന്നാൽ ഇഷ്ടപ്പെടോ? നമ്മൾ നിസ്സാരമായി കാണില്ലേ? കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓരോരോ ഒട്ടകത്തിനും വെള്ളം കുടിപ്പിച്ചാൽ 1 ഒട്ടകത്തിന് പകരം 1 ഈത്തപ്പഴം എന്ന കണക്ക് വെച്ചിട്ട് ആ ജൂതന് വേണ്ടി ഞാൻ പണിയെടുത്തു.
എന്തിനാണ് ചെയ്യുന്നതെന്നറിയുമോ? 3 ദിവസമായി വീട്ടിൽ പട്ടിണി കിടക്കുന്ന അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ. കഅബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി പണിയെടുത്തു. ആ ജൂതന്റെ കയ്യിൽ നിന്ന് ഏതാനും ഈത്തപ്പഴങ്ങൾ വാങ്ങിച്ചു. ഫജമഅതു തംറൻ, ഞാൻ ഈത്തപ്പഴങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ഫഅതൈതു ബിഹിൻ നബിയ, ഞാൻ ഹബീബിന്റെ അരികത്തേക്ക് വന്നു. ഇനി എന്താ നബി തങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യമെന്നറിയോ? 3 ദിവസമായി പട്ടിണി കിടക്കുന്ന നബി തങ്ങൾക്ക് ഭക്ഷണമില്ലെന്ന് പറഞ്ഞപ്പോ അധ്വാനിച്ച് ജോലി ചെയ്ത് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുകൊടുക്കുകയാണ്. ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് മുത്തനബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അത് വല്ലാത്ത രസകരമുള്ളൊരു ചോദ്യം. യാ കഅബ്, കഅബേ, എവിടുന്നാ നിങ്ങൾക്കിത് കിട്ടിയത്? ഇപ്പൊ കാര്യം പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്ത് നിന്നാണ്. അടുത്ത ചോദ്യം വരുന്നു. അതുഹിബ്ബുനി യാ കഅബ്, കഅബേ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ കഅബേ? നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണല്ലേ? കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും അങ്ങാണ് നബിയെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്. അങ്ങന്റെ മെഹബൂബാണ് നബിയേ, അങ്ങന്റെ മെഹബൂബാണ് നബിയേ. കൈഫലാ, ഞാൻ എങ്ങനെയാണ് നബിയെ അങ്ങയെ സ്നേഹിക്കാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, കഅബ് ഇബ്നു ഉജ്റ തങ്ങളോട്, കഅബേ, ഇനി കേൾക്കുക, ഇനി കേൾക്കുക. ഏത് മൗലിദിന്റെ സദസ്സിലും പാവപ്പെട്ടവരെ കാണാൻ കഴിയും. ഹബീബിന്റെ മദ്ഹ് പറയുന്ന സദസ്സിൽ പാവപ്പെട്ട മിസ്കീന്മാരുണ്ട്. ഹബീബിന്റെ പേരിൽ അന്നദാനം നടത്തുകയാണെങ്കിൽ അവരെ മിസ്കീന്മാര് വരുന്നുണ്ട്. ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാറ്റിലും മിസ്കീന്മാരുടെ സാന്നിധ്യം കൂടുതലാണ്. അത് എന്തുകൊണ്ടെന്നതിന്റെ മറുപടിയാണ് നബി തങ്ങൾ പറയാൻ പോകുന്നത്. കഅബ് തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുന്നു, അതുഹിബ്ബുനി യാ കഅബ്, കഅബേ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണോ? ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ മാതാപിതാക്കളെക്കാളും അങ്ങയോടാണ് നബി എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് പറഞ്ഞപ്പോ ഹബീബിന്റെ മറുപടി വരുന്നു, ഇന്നൽ ഫഖറ അസ്റഉ ഇലാ മൻ യുഹിബ്ബുനി മിനസ്-സൈലി ഇലാ മആദിനിഹി വ ഇന്നഹു സയുസീബുക ബലാ. കഅബേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് ദാരിദ്ര്യം ഓടിവരും. കഅബേ, ഇന്നൽ ഫഖറ അസ്റഉ ഇലാ മൻ യുഹിബ്ബുനി, എന്നെ സ്നേഹിക്കുന്നവർക്ക് ദാരിദ്ര്യം വരാറുണ്ട്. അസ്റഉ മിനസ്-സൈലി ഇലാ മആദിനി, ഒരു മലമുകളിൽ വെള്ളം ഒഴുകിയാൽ, മഴ പെയ്താൽ ആ വെള്ളം താഴെ ഏതെങ്കിലും ഒരു കുഴിയിൽ വന്ന് കൂടിച്ചേരുന്ന പോലെ, മഴ തീരുമ്പോഴേക്കും വെള്ളം വന്ന് നിറയുന്ന പോലെ, കുളം നിറയുന്ന പോലെ, ഒരു കുളത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നവരിലേക്ക് ദാരിദ്ര്യം വരും. കഅബേ, വിഷമിക്കണ്ട, എന്റെ മുഹിബ്ബീങ്ങളിൽ ദാരിദ്ര്യമുള്ളവർ ഒരുപാടുണ്ട്. കഅബേ, അത് എന്നോടുള്ള ഹുബ്ബിന്റെ ഒരു അടയാളമാണത്. കഅബ് തങ്ങളോട് പറഞ്ഞു, ഇന്നഹു സയുസീബുക ബലാ. കഅബേ, നിങ്ങൾക്ക് ഒരു പ്രയാസം വരാൻ പോകുന്നുണ്ട്. കഅബേ, ഫഅഇദ്ദ ലഹു തിജ്ഫാഫാ. ആ പ്രയാസങ്ങളെ സഹിക്കാൻ വേണ്ട, പ്രതിരോധിക്കാനുള്ള പരിചയവും പ്രതിരോധിക്കാനുള്ള സാമഗ്രികളും കഅബേ തയ്യാർ ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട് നബിയേ, ഉണ്ട്. എന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ദാരിദ്ര്യം വരും. കഅബേ, ആ ദാരിദ്ര്യം നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഏതുപോലെ എന്നറിയുമോ? ഒരു മലമുകളിൽ മഴ പെയ്താൽ ആ വെള്ളം താഴെ വിശാലമായ തടങ്ങളിൽ ചെന്ന് തളം കെട്ടി നിൽക്കുന്ന പോലെ, അതിനേക്കാളും വേഗതയിൽ എന്നെ സ്നേഹിക്കുന്നവരിലേക്ക് ഈ ദുന്യാവിന്റെ ദാരിദ്ര്യം വരാറുണ്ട്. അതുകൊണ്ട് കഅബേ, നിങ്ങൾ വിഷമിക്കരുത്. ഇന്നഹു സയുസീബുക ബലാ, നിങ്ങൾക്ക് വലിയൊരു പ്രയാസം വരാനുണ്ട്. കഅബേ, ഫഅഇദ്ദ ലഹു തിജ്ഫാഫാ. അതുകൊണ്ട് ആ പ്രയാസത്തെ അഭിമുഖീകരിക്കാനുള്ള സംഗതികളൊക്കെ നിങ്ങൾ തയ്യാർ ചെയ്ത് വെച്ചേക്കണം. നോക്കണം, കഅബ് റളിയല്ലാഹു അൻഹു രോഗിയായി മാറുകയാണ്. ആ രോഗത്തിൽ മരിച്ചിട്ടില്ല, പക്ഷേ രോഗിയായി ഒരുപാട് കാലം നബി തങ്ങൾ കാണുന്നില്ല. തങ്ങൾ ചോദിച്ചു, ഐന കഅബ്,
കഅബ എവിടെയെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു ഇന്നഹു മരീദുൻ യാ റസൂലല്ലാഹ്, കഅബ എന്നവർക്ക് രോഗമാണ് നബിയേ, രോഗമാണ്. രോഗികളെ കാണാൻ ചൊല്ലുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചൊല്ലുന്ന നിബിതങ്ങൾ. മഹാനായ നിബിതങ്ങൾ കയറി ചെന്നപ്പോ തങ്ങൾ പറഞ്ഞു അബ്ശിർ യാ കഅബ്, കഅബേ സന്തോഷിച്ചോളൂ. എന്താണ് ആ വാക്കിനർത്ഥം? എന്നോട് സ്നേഹമുള്ളവരിലേക്ക് പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കഅബേ സന്തോഷിച്ചോളൂ, കഅബേ അബ്ശിർ യാ കഅബ്. ഇത് പറഞ്ഞപ്പോഴേക്കും ഉമ്മ പറഞ്ഞു ഹനീഅൻ ലകൽ ജന്ന, കഅബേ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നല്ലേ അതിനർത്ഥം. ഹനീഅൻ ലകൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട് കഅബേ എന്ന് ഉമ്മ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു മൻ ഹാദിഹിൽ മുതഅല്ലിയതു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ശപഥം ചെയ്തുകൊണ്ട് എന്റെ മോൻ സ്വർഗത്തിലാണ് എന്ന് പറയുന്ന ഈ പെണ്ണാരാണ്? മഹാനായ കഅബ് എന്നവർ പറഞ്ഞു ഇന്നഹാ ഉമ്മീ യാ റസൂലല്ലാഹ്, അതെന്റെ ഉമ്മയാണ് നബിയേ, എന്റെ ഉമ്മയാണ്. തങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ഉമ്മ നിങ്ങളുടെ മോൻ സ്വർഗത്തിലാണെന്ന് നിങ്ങളങ്ങ് ഉറപ്പിക്കുന്നത്? കഅബ് എന്നവർ സ്വർഗത്തിലാവാം, പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഉമ്മ? വമാ യുദ്രീകി വമാ യുദ്രീകി യാ ഉമ്മ കഅബ് ലഅല്ല കഅബൻ ഖാല മാ ലാ യഅനി ഔ മനഅ മാ ലാ യുഗ്നി. ഉമ്മ, നിങ്ങളുടെ മോൻ കഅബ് അനാവശ്യമായ വിഷയങ്ങൾ പറഞ്ഞിട്ടില്ലെന്നോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ മകൻ കഅബ് നിസ്സാരമായ നന്മകൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കേണ്ട അവസരമുണ്ടായപ്പോൾ ചെയ്യാതെ തടഞ്ഞു വെച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് ഉറപ്പില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് സ്വർഗമെന്ന് പറയുക? സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അനാവശ്യ വിഷയങ്ങൾ പറയാതിരിക്കൽ അനിവാര്യമല്ലയോ? അനാവശ്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടോ നിങ്ങളുടെ മോൻ കഅബ്? അനാവശ്യം തോന്നിവാസമല്ല, ആശാസ്യമല്ലാത്ത വാക്കുകൾ എന്നല്ല, പറയേണ്ടതില്ലാത്ത ആവശ്യമില്ലാത്ത വിഷയങ്ങൾ, വെറുതെ ഒരു കാര്യവുമില്ലാത്ത വിഷയങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ നിസ്സാരമായ നന്മകളെങ്കിലും ഒരാൾക്കൊരു ചെറിയ സഹായം, ഒരു പേന വായ്പ കൊടുക്കുന്നു, ഒരു ബക്കറ്റ് വായ്പ കൊടുക്കുന്നു, മൊബൈൽ ഫോണൊന്ന് കോൾ ചെയ്യാൻ കൊടുക്കുന്നു, നിസ്സാരമായ നന്മകൾ ഒരു മനുഷ്യൻ തടഞ്ഞു വെച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? നിസ്സാരമായ നന്മകൾ തടഞ്ഞു വെക്കുകയോ അനാവശ്യമായ വിഷയങ്ങൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അള്ളാഹു വിചാരണ ചെയ്യുമെന്നും നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുകയാണോ? നമ്മുടെ സംഭവ വിഷയം ഹബീബിന്റെ റൂമും വീടുമൊക്കെയാണെങ്കിലും മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്ക് അധ്വാനിച്ചു 3 ദിവസം പട്ടിണി കിടന്ന ഹബീബായ നബിതങ്ങൾക്ക് കാരക്ക കൊണ്ടുവന്നു കൊടുത്ത സ്വഹാബിയാണ് കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ട്, മഹാനവറുകൾക്ക് രക്ഷയുണ്ടായിട്ടുണ്ട്. ഉമ്മ അന്നേരം എന്റെ മോൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നിബിതങ്ങൾ ഇടപെട്ടു. അങ്ങനെ പറയാൻ പോട്ടെ, അതൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ മകൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പു വേണ്ടേ? അത് വല്ലാത്തൊരു പാഠമുണ്ടവിടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് ഒരു കൂട്ടം പെണ്ണുങ്ങൾ വരുന്ന കഥയുണ്ട്. നമ്മുടെ വഴിയിലുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴേക്ക് ഇറങ്ങിക്കോളൂ, ഇവിടെ കസേര ഒഴിവുണ്ട്, അതുകൊണ്ട് താഴേക്ക് കയറിയിരിക്കാവുന്നതാണെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. മുകളിൽ നിൽക്കുന്ന ആളുകൾ ഒരു മജ്ലിസിന്റെ പുണ്യം ദുആയിരക്കുമ്പോഴൊക്കെ ആ ഒരു കൂലി കിട്ടണമെങ്കിൽ നമ്മൾ സദസ്സിലേക്ക് ഇറങ്ങണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ വന്നാൽ ഇവിടെ നിങ്ങളെ പറിച്ച് പൈസ വാങ്ങിക്കുക, പോക്കറ്റ് അടിക്കുക ഒന്നുമില്ല. നിങ്ങൾ വന്നിരുന്നാൽ മതി, ആമീൻ പറഞ്ഞാൽ മതി, ഇരുന്ന് സമാധാനത്തിലിരുന്ന് കേട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ബക്കറ്റ് കളക്ഷൻ നമ്മൾ ചെയ്യണമെന്ന് സൈനുൽ ആബിദീൻ തങ്ങൾ പറയാറുണ്ട്, തങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തങ്ങളുടെ ഉപ്പ ഫഖറുദ്ദീൻ തങ്ങൾ നവ്വറല്ലാഹു മർഖദ തങ്ങളുള്ള കാലം മുതലേ ഒരു ആത്മീയ ബന്ധമുള്ള ഒരു നാടാണ് നമ്മുടെ ഈ ദേലമ്പാടി. അപ്പോൾ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളുടെ നിർദ്ദേശം നമ്മുടെ ഈ ഏതാനും കുറഞ്ഞ ചെറുപ്പക്കാരും ഒരല്പം ചെറിയൊരു സംഘം ആളുകളുടെ പരിശ്രമമാണ് ഈ പരിപാടിയൊക്കെ.
എന്നാലും നമുക്കറിയാലോ, നമ്മുടെ ഒരു വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എത്ര ചെലവ് വരും. നമ്മളിത് വലിയൊരു ഉൾപ്രദേശമാണ്, കാടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്തെത്തിയ ഒരു സ്ഥലമാണിത്. അത്രയും വളരെ റിമോട്ട് ഏരിയയിലാണ് നമ്മൾ കർണാടകയുടെ ബോർഡറിനപ്പം നിൽക്കുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും ഈ മഹത്തായ നന്മയിൽ ഒരു ഭാഗവാഹിത്വം ചെയ്യേണ്ടതുണ്ട്. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അരികത്തേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതില്ലേ, പരിപാടിയില്ലേ അങ്ങനൊരു ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് സ്റ്റേജിമെന്ന് തന്നെ തുടങ്ങിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും എന്ത് ചെയ്യുക, അതിലേക്ക് സഹകരിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധിച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുസ്തകമുണ്ടെങ്കിൽ ബിസ്മി ചൊല്ലി കൊടുത്തേക്ക്. നല്ലൊരു സ്വതക്ക. റബീഉൽ അവ്വലല്ലേ, ഹബീബിന്റെ പേരിൽ കിടക്കട്ടെ. അള്ളാഹു സ്വതക്കകളെ കൊണ്ട് നമ്മെ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ ഇനി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടേക്ക് താഴെ വന്ന് ഇരുന്ന് കേൾക്കാവുന്നതാണെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു സംഭവമുണ്ട്. മഹദി റളിയല്ലാഹു തആല അൻഹ തർഗീബ് വ തർഹീബിൽ ഇമാം ബൈഹഖിയും മറ്റു പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു, ഒരു മഹദി. ആ പെണ്ണ്, അവരുടെ കൂടെ വേറെയും പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, വല്ലാഹി ല അദ്ഖുലന്നൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞു, വല്ലാഹി ല അദ്ഖുലന്നൽ ജന്ന. ആയിഷ ബീവിന്റെ അടുത്ത് നിന്നാ പറയണത്, ഞാൻ സ്വർഗത്ത് കടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാത്ത ധൈര്യം എന്തേ കാരണം എന്നറിയോ? ആ മഹദി പറഞ്ഞു, ഫഖദ് അസ്ലംതു വമാ സറഖ്തു വമാ സനൈതു, ഞാൻ മുസ്ലിമത്തായി വന്നതിന്റെ ശേഷം ഞാൻ വ്യഭിചരിക്കുകയോ ഞാൻ മോഷണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്വർഗത്ത് പോകുന്നു, ഉറപ്പാണ്. ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മോഷണം ചെയ്തിട്ടില്ല. മുസ്ലിമായി വന്നതല്ലേ, പിന്നെ ഇസ്ലാമിന്റെ മുമ്പുള്ളത് അത് അള്ളാഹു പുറത്തു തരുമല്ലോ. വല്ലാഹി ല അദ്ഖുലന്നൽ ജന്ന, അള്ളാഹനെ തന്നെയാണ് സത്യം, ഞാൻ സ്വർഗത്ത് പോകുന്നു. അപ്പൊ ആരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ എന്നൊന്നും പറഞ്ഞില്ല. ആ മഹദി ചെന്ന് ഉറങ്ങുകയും സ്വപ്നം കാണുകയും ചെയ്തു. ഫറഅത് ഫീ നൗമിഹാ ഖായിലൻ യഖൂലു ലഹാ, ആ പെണ്ണിനോട് ആരോ ഒരാൾ പറയുന്നു, അൻതിൽ മുതഅല്ലിയതു അലല്ലാഹി ലതദ്ഖുലന്നൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് അല്ലാഹുവിന്റെ പേര് വെച്ച് സത്യം ചെയ്ത് പറഞ്ഞവരല്ലയോ നിങ്ങൾ. കൈഫ വഅൻതി തബ്ഖലീന ബിമാ ലാ യുഗ്നീകി വതതകല്ലമീന ഫീമാ ലാ യഅനീകി, സഹോദരി, നിങ്ങൾ എത്രയോ നിസ്സാരമായ നന്മ ചെയ്യേണ്ട അവസരമുണ്ടായിട്ട് ചെയ്യാതെ പോയിട്ടില്ലേ? എത്രയോ അനാവശ്യ വിഷയങ്ങൾ, നിങ്ങൾക്ക് പറയാണ്ടതില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ വെറുതെ ഇടപെട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉള്ള നിങ്ങളാണോ അള്ളാന്റെ പേരിൽ സത്യം ചെയ്യുന്നത്? ആ മഹദി, സ്വഹാബിയത്തായ മഹദി, ഇസ്തൈഖലത് റളിയല്ലാഹു അൻഹ, ആ മഹദി ഉറക്കത്തിന് എഴുന്നേറ്റ് ഓടുകയാണ്. വളരെ പേടിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് വന്ന് പറഞ്ഞു, ഉമ്മാ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ, വല്ലാഹി ല അദ്ഖുലന്നൽ ജന്ന, അങ്ങനത്തെ ഞാൻ എന്തോ പിശുക്ക് ചെയ്തെന്നും ഞാൻ അനാവശ്യമായ കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ടെന്നും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് അള്ളാന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പെണ്ണെ, ഇജ്മഇൻ നിസ്വത്തല്ലാത്തി കുന്ന ഹാദിറാത്തിൻ, ഇന്നലെ ഈ സദസ്സിൽ നിങ്ങൾ ആ പറയുമ്പോ ഏതൊക്കെ പെണ്ണുങ്ങളാണോ ഉണ്ടായിരുന്നത്, ആ പെണ്ണുങ്ങളെ മുഴുവനൊന്ന് വിളിക്കിൻ, എല്ലാരും വരട്ടെ. എന്നിട്ട് അവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഫജമഅതുഹുന്ന, ആ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു വരുത്തുകയും വഹദ്ദസതുഹുന്ന ബിമാ റഅത് ഫീ മനാമിഹാ, അവരുടെ സ്വപ്നത്തിൽ കണ്ട കഥ അവിടെ കൂടിയ ആളുകൾക്ക് ആ മഹദി പറഞ്ഞു കൊടുക്കുകയും ചെയ്തുവെന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന പരിശുദ്ധമായ അസറുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. മഹാനായ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞത്, കഅബ് തങ്ങളുടെ ഉമ്മയോട്, വമാ യുദ്രീകി ലഅല്ല കഅബൻ ഖാല മാ ലാ യഅനി
വബഖില മാ ലാ യുഗ്നീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 3 ദിവസം പട്ടിണി കിടന്ന കഥ കണ്ട സ്വഹാബിയാണ്. ശരീരമാസകലം വിളർന്ന് നബി തങ്ങളാകെ തളർന്ന് ക്ഷീണിച്ചവശരായി നിൽക്കുമ്പോ മാ അലി അറാക മുതഗയ്യിറാ, നബിയേ എന്തു പറ്റി നബിയേ നിങ്ങൾക്ക്, എന്താ നബി അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? ജീവനുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കേണ്ട ഭക്ഷണം 3 ദിവസമായി ഞാൻ കഴിച്ചിട്ടില്ലെന്ന്, ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ കഴിക്കാൻ പറ്റാതെ പട്ടിണി കിടന്ന ലോകത്തിന്റെ ഗുരുവാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനേ, അല്ലാഹു നൽകുന്ന സുഖസൗകര്യങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടവരാണ്, അതിന് ശുക്ർ ചെയ്യേണ്ടവരാണ്. ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ പാടില്ലെന്ന് പറയുകയല്ല ഉലമാ, പക്ഷേ അതൊരിക്കലും ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു പോകരുത്. സ്വഹാബികളിൽ പ്രമുഖനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഫ്രീഖത്തിൽ ഖുലൂബ്. അല്ലാഹുവേ, ഹൃദയം ഛിന്നഭിന്നമായി പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. ഹൃദയം ഛിന്നഭിന്നമായി പോകുക മഹാന്റെ ദുആയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഫ്രീഖത്തിൽ ഖുലൂബ്. അവർ ചോദിച്ചു, വമാ തഫ്രീഖത്തിൽ ഖുലൂബ്, എന്താണ് ഹൃദയം ഛിന്നഭിന്നമാവുക എന്ന് പറഞ്ഞാൽ? മഹാനവറുകൾ പറഞ്ഞു, അയ്യകൂന ലീ ഫീ കുല്ലി വാദിൻ മാൽ, എല്ലാ താഴ്വരയിലും എനിക്ക് സമ്പത്തുണ്ടാവലാണ്. ഈ താഴ്വരയിൽ കുറച്ച് ഒട്ടകം, ഇവിടെ കുറച്ച് ആടുകള്, ഇവിടെ കുറച്ച് പശുക്കള്, ഇവിടെ കുറച്ച് മൃഗങ്ങള്, ഇവിടെ കുറച്ച് ഈത്തപ്പന, ഇങ്ങനെ എല്ലായിടത്തും ബിസിനസ്, അവിടെ ബിസിനസ്, കർണാടകയില്, കേരളത്തില്, ഗൾഫില്, അവിടെ ഇവിടെ. അങ്ങനെ വരുമ്പോൾ ഹൃദയം മുഴുവൻ ഛിന്ന ഭിന്നമാകും. റബ്ബേ, എന്റെ സൗദിയിലെ ബിസിനസ് എന്തായി, ഖത്തറിലേതെന്തായി, UAE-യിലേതെന്തായി, നാട്ടിലേതെന്തായി, ബാംഗ്ലൂരിലേതെന്തായി, ഇങ്ങനെ എല്ലായിടത്തും സമ്പത്ത് അല്ലാഹു നൽകുകയും ഹൃദയം സമ്പത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന അപകടം എനിക്ക് വരുത്തരുതേ എന്ന് ദുആ ചെയ്യുമായിരുന്നു അബൂ ദർദാ എന്ന സ്വഹാബി റളിയല്ലാഹു തആല അൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ തഫ്രീഖത്തിൽ ഖുലൂബ്. മഹാന്മാർ പറയും, അൽ ബലാഉ യസ്ബിറു അലൈഹൽ മുഅ്മിനു വൽ ആഫിയതു ലാ യസ്ബിറു അലൈഹാ ഇല്ല സുദ്ദീഖ്. പ്രയാസങ്ങൾ, അൽ ബലാഉ യസ്ബിറു അലൈഹൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനൊരു രോഗം സഹിക്കാൻ പറ്റും. കടം വന്നു, അപമാനം വന്നു, വിഷമങ്ങളുണ്ടായി, വീട് പണി തീർന്നിട്ടില്ല, കുട്ടികളെ കെട്ടിച്ചിട്ടില്ല, ആ വിഷമങ്ങളൊക്കെ ഏത് മുഅ്മിനും സഹിക്കാൻ കഴിയും. പക്ഷേ ആരോഗ്യമുള്ള ഒരു സമയം, സമ്പത്ത് കയ്യിൽ വന്നിട്ട് ആരോഗ്യവും സൗകര്യവും ഉണ്ടായിട്ട് അള്ളാഹു പറഞ്ഞ പോലെ ആ സമ്പത്തിൽ ക്ഷമിച്ച് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് മുഅ്മിനിന് എളുപ്പമല്ല. വെറും ഒരു മുഅ്മിനായാൽ പോരാ, മുഅ്മിനിന്റെ സ്ഥാനത്ത് നിന്നും ഉയർന്ന് സുദ്ദീഖ്, സച്ചരിതനായ അള്ളാഹുവിന്റെ അടിമകൾക്ക് മാത്രമേ ആഫിയത്ത് സഹിക്കാൻ കഴിയൂ. ബലാ മുസീബത്ത് സഹിക്കാൻ ഒരു മുഅ്മിനിന് കഴിയും. എന്നാൽ അള്ളാഹു നൽകുന്ന ആരോഗ്യം, രോഗം സഹിക്കാൻ മുഅ്മിന് കഴിയും. ആരോഗ്യം സഹിക്കേണ്ടി വരും. എങ്ങനെ? ആ ആരോഗ്യം കൊണ്ട് തിന്മ ചെയ്യാതിരിക്കാൻ അത് സുദ്ദീഖീങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിക്കാൻ കാരണം അതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ മുതലാളിയായിരുന്ന മഹാൻ പറയും, ഉബ്തുലീനാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബലാഇ ഫസബർനാ. ഹബീബിന്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ വന്നപ്പോ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. വബ്തുലീനാ ബഅദഹു ഫിസ്സറാഇ ഫലം നസ്ബിർ. നബി തങ്ങളുടെ കാലശേഷം ഒരുപാട് സുഖസൗകര്യങ്ങളും നിഅമത്തും വന്നപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടത് ഹബീബിന്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാലുഹു ഹിസാബുൻ ഹറാമുഹു ഹസ്റത്തുൻ. ഹലാലായ സമ്പാദ്യം എത്ര വർദ്ധിക്കുന്നുവോ നാളെ അല്ലാഹുവിന്റെ അടുത്ത് ഹിസാബിനെ പറയേണ്ടി വരും. ഹറാമാണ് സമ്പാദ്യമെങ്കിൽ ഹസ്റത്തുൻ വനദാമ, അല്ലാഹുവിന്റെ മുമ്പിൽ സങ്കടപ്പെട്ടു പോകേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് മഹാനായ ദുന്നൂനുൽ മിസ്രി തങ്ങൾ പറയാറുള്ളത്, അൽ ബലാഉ മിൽഹുൽ മുഅ്മിൻ,
അൽ ബലാഉ മിൽഹുൽ മുഅ്മിൻ വഇദാ അദിമൽ മുഅ്മിനുൽ ബലാഅ ഫസദ ഹാലുഹു. ഭക്ഷണത്തിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഭക്ഷണത്തിന് രുചിയുണ്ടാകുന്ന പോലെ മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം ഉപ്പ് പോലെയാണെന്ന് മഹാനായ ദുന്നൂനുൽ മിസ്രി തങ്ങൾ ഹിജറ 245 ലോകത്തോട് വിട പറഞ്ഞ ലോക പ്രശസ്തനായ ആലിമാണ് 3-ാം നൂറ്റാണ്ടുകാരൻ ദുന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അൽ ബലാഉൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ബലാ എന്ന് പറയുന്നത് അൽ ബലാഉ മിൽഹുൽ മുഅ്മിനി, അത് മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസിയുടെ ഉപ്പാണ്. വഇദാ അദിമൽ മുഅ്മിനുൽ ബലാ, ജീവിതത്തിൽ പരീക്ഷണങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഫസദ ഹാലുഹു, ഒരു ഭക്ഷണം ഉപ്പില്ലെങ്കിൽ കേടുവരുന്ന പോലെ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലെങ്കിൽ അയാൾ കേടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ദുന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. റൈഹാനത്തുശ് ശാം, ഷാമുകാരുടെ സുഗന്ധം എന്നറിയപ്പെടുന്ന മഹാനുണ്ട് അഹ്മദ് ഇബ്നു അബിൽ ഹവാരി റഹ്മത്തുള്ളാഹി അലൈഹി. അവരെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇത് റൈഹാനത്തുശ് ശാമാണ്, ഇത് ഷാമിന്റെ സുഗന്ധമാണ്. യഹ്യ ഇബ്നു മഈൻ എന്നവർ പറയും, ഇന്നി ലഅഹ്സിബു അന്നല്ലാഹു അസ്സ വജല്ല യസ്ഖി അഹ്ലശ് ശാം ബി അഹ്മദ് ഇബ്നു അബിൽ ഹവാരി. മഹാനായ അഹ്മദ് ഇബ്നു അബിൽ ഹവാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഉണ്ടായതിന്റെ പേരിലാണ് ഷാമുകാർക്ക് അല്ലാഹു വെള്ളം കൊടുക്കുന്നത്, ഷാമുകാർക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത്. മഹാനായ ഈ പണ്ഡിതൻ ഉണ്ടായതിന്റെ പേരിലാണ് അഹ്മദ് ഇബ്നു അബിൽ ഹവാരി. അത്രയും പ്രഗത്ഭനായ മഹാനാണത്. മഹാനവറുകൾ 246 ലോകത്തോട് വിട പറഞ്ഞ മഹാൻ, ഹിജറ 246. മഹാനായ അഹ്മദ് ഇബ്നു അബിൽ ഹവാരി തങ്ങൾ പറയാറുണ്ട്, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി യുടെ ഒരു വചനം യഹ്യയിലടക്കം പ്രഗത്ഭരായ പണ്ഡിതന്മാർ അത് ചർച്ചക്കെടുത്തു. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ലം യുശ്ഗിൽഹു ബിഅഹ്ലിൻ വലാ മാൽ. അല്ലാഹു ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുകയാണെങ്കിൽ കുടുംബം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അയാളെ അല്ലാഹു ബിസിയാക്കില്ല, വ്യാപൃതനാക്കുകയില്ല, ശുഗലാക്കുകയില്ല. എന്താണ് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താണ്? ലൈസ മഅനാഹു അല്ലാ യകൂനാ ലഹു, സമ്പത്തോ മക്കളോ മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം. ബൽ അൻ യകൂനാ ലഹു വലാ യുശ്ഗിലാനിഹി, മുഅ്മിനായ മനുഷ്യന് സമ്പത്തും മക്കളും ഉണ്ടാകും, പക്ഷേ അതുകൊണ്ടൊന്നും ഇബാദത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് ആ മുഅ്മിനായ മനുഷ്യൻ ദൂരെ നിൽക്കുകയില്ല. സമ്പത്തുണ്ടായതിന്റെ പേരിൽ അല്ലാഹുവിൽ അകലുകയില്ല. സമ്പത്തില്ലാതെ ദാരിദ്ര്യമുണ്ടാവണം എന്നതിന് നിർബന്ധമില്ലെന്നാണ് മഹാന്മാർ പറയുന്നത്. മുഅ്മിനീങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, പക്ഷേ ഒരു സമ്പത്ത് കൊണ്ടും മുഅ്മിനായ മനുഷ്യൻ സമ്പത്തിന്റെ പിന്നാലെ കെട്ടിപ്പിണഞ്ഞ് കിടക്കേണ്ടവനല്ല. മഹാനായ സ്വഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, അംർ ഇബ്നുൽ ആസിന്റെ അരികത്തേക്ക് വരണം. ആളയച്ചു, പറഞ്ഞയച്ചു. ഫഅതൈതുഹു, ഞാൻ നബി തങ്ങളുടെ അരികത്തേക്ക് വന്നു. നബി തങ്ങൾ പറഞ്ഞു, ഖുദ് അലൈക സിയാബക വസിലാഹക, അംർ ഇബ്നുൽ ആസ് നിങ്ങൾ വസ്ത്രവും ആയുധവും ധരിച്ചിട്ട് വരണം. ഫറജഅതു വലബിസ്തു സിലാഹി വഹമൽതു അസ്ലിഹതി, ഞാൻ മുത്തുനബിയുടെ മുമ്പിലേക്ക് എന്റെ ആയുധങ്ങളുമായി യുദ്ധവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നബി തങ്ങളെ പോതു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ ഫസ്അഅദ ഇലയ്യ നദറ, എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒരുപാട് നേരം നബി തങ്ങൾ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, സുമ്മ തുഅത റഅസ, തങ്ങളെ തല താഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, യാ അംറു അംറേ ഇന്നി സഉർസിലുക ഫീ ബഅസിൻ, ഞാൻ നിങ്ങളെ ഒരു സൈന്യത്തിന്റെ നേതാവായി പറഞ്ഞേക്കുകയാണ്. തകൂനു അലൈഹിം അമീറ, നിങ്ങൾ അവർക്ക് നേതാവായി പോകണം. ലഅല്ലല്ലാഹ അൻ യുസല്ലിമക വഅൻ യുഗന്നിമക, നിങ്ങളെ അല്ലാഹു ആ യുദ്ധത്തിൽ രക്ഷപ്പെടുത്തുകയും നിങ്ങൾക്ക് ഗനീമത്തിന്റെ സമ്പത്ത് നൽകുകയും ചെയ്യും. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നി അർഗബു ലക ഫീ മാലിൻ റഗ്ബതൻ സാലിഹ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സമ്പത്തിൽ ഒരു നല്ല ആഗ്രഹം എനിക്കുണ്ട് അംറേ എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞു. അന്നേരം മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങളോട്, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ മുസ്ലിമായത് സമ്പത്തിന് വേണ്ടിയല്ലല്ലോ,
ഞാൻ മുസ്ലിമായത്, ഞാൻ യുദ്ധം ചെയ്യുന്നത് സമ്പത്തിന് വേണ്ടിയല്ലല്ലോ നബിയെ, അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയല്ലേ. എനിക്കെന്തിനാണ് സമ്പത്ത് റസൂലേ, എന്തിനു വേണം സമ്പത്ത്? മുത്തനബി തങ്ങൾ പറഞ്ഞു, അംറുൽ ആസേ, നിങ്ങൾ യുദ്ധത്തിന് പോയിട്ട് നിങ്ങൾ വഫാത്താവാതെ ഷഹീദാവാതെ രക്ഷപ്പെടുകയും നിങ്ങൾക്ക് അല്ലാഹു ധാരാളം സമ്പത്ത് നൽകുകയും ചെയ്യുമ്പോ ആ സമ്പത്തിൽ നിങ്ങൾ നല്ല കുറെ കാര്യങ്ങൾ ചെയ്യണം. മഹാനായ നബി തങ്ങളോട് അംറുൽ ആസ് എന്നവർ, നബിയെ എനിക്ക് സമ്പത്തിന് വേണ്ടിയല്ല ഞാൻ യുദ്ധം ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ മുത്തനബി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, യാ അംറു നിഅമൽ മാലു സ്വാലിഹു ലിർറജുലി സ്വാലിഹ്. അംറേ, നല്ല ഹലാലായ പൈസ ഹലാലായ മനുഷ്യന്റെ കയ്യിൽ, നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ നല്ലതാണ്. നിഅമൽ മാലു സ്വാലിഹു, നിഅമൽ മാലു സ്വാലിഹു ലിർറജുലി സ്വാലിഹ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ സമ്പത്ത് കിട്ടിയാൽ അയാൾ അതുകൊണ്ട് വഴിപിഴച്ചു പോകില്ല, അയാൾ അത് ദാനം ചെയ്യും, സ്വതക്ക ചെയ്യും. ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ വരുന്ന 3000-ഓളം ആളുകൾക്കുള്ള ഭക്ഷണ പൊതി വരെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും നേരത്തെ പോകുന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചിട്ടേ പോകാവൂ എന്ന് ഇവിടുത്തെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ആതിഥ്യം അരുളുകയാണ് ദേലമ്പാടി. മാഷാ അല്ലാഹ്, ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാ പറഞ്ഞയക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതിലേറെ എത്രയോ ജനസാന്ദ്രമായ നാടുകളുണ്ടാകും, അവിടെയൊന്നും കാണാത്തൊരു വലിയൊരു നന്മ. ഇത് അള്ളാഹു തൗഫീഖ് ചെയ്ത ആളുകൾ അവരുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കയ്യിൽ അള്ളാഹ് ഹലാലായ പൈസ കൊടുത്തപ്പോ അത് ഹലാലായ വഴിക്ക് ചെലവഴിക്കാൻ അല്ലേ. ആരൊക്കെയാണോ ആ ഭക്ഷണത്തിന് അന്നദാനത്തിന് സംഭാവന ചെയ്തത്, സഹകരിച്ചത്, അള്ളാഹുവേ നീ രണ്ട് ലോകത്തിന്റെയും നന്മയും ഗുണവും അവർക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അത് ഖബൂലാക്കട്ടെ. നബി തങ്ങൾ പറയുന്നു, അംറേ നിഅമൽ മാലു സ്വാലിഹു ലിർറജുലി സ്വാലിഹി. സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ ഹലാലായ സമ്പത്തുണ്ടാകുന്നതിന് വിരോധമില്ല. അങ്ങനെയാണെങ്കിലും മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ദാരിദ്ര്യത്തിലൂടെയാണ് ജീവിച്ചത്. അത് ഹബീബിന്റെ ദുആയുണ്ട്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അത് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യേണ്ടതില്ലെന്നാണ്, അത് നബി തങ്ങൾക്ക് മാത്രമുള്ള ദുആയാണെന്നാ പറഞ്ഞത്. അത് സത്യവിശ്വാസികൾ ദുആ ചെയ്യാൻ പാടില്ല. എന്നെ മിസ്കീനാക്കണേ റബ്ബേ, എന്നെ ദാരിദ്ര്യമുള്ളവനാക്കണേ റബ്ബേ, ദാരിദ്ര്യവാനായി മരിപ്പിക്കണമേ, ദരിദ്രജനങ്ങളോടുകൂടെ നാളെ എനിക്ക് പുനർജന്മം നൽകണമേ എന്ന ഹബീബിന്റെ പ്രാർത്ഥന നമ്മളെങ്ങാനും പ്രാർത്ഥിക്കുകയും നമുക്ക് ദാരിദ്ര്യം അല്ലാഹു നൽകുകയും ചെയ്താൽ ഒരുപക്ഷേ നമുക്ക് ഇസ്ലാം എന്ന് വരെ പുറത്തു പോകേണ്ടി വരും. ദാരിദ്ര്യം അപകടമാണ്. അൽ ഫഖറു യുഅദ്ദി ഇലൽ കുഫ്രി. ദാരിദ്ര്യം ഒരുപക്ഷേ ഇസ്ലാം എന്ന് വരെ പുറത്തു പോവാൻ കാരണമായേക്കും. അതുകൊണ്ട് നമ്മളോട് നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക് വബിത്വാഅതിക അൻ മഅസിയതിക് വബിഫദ്ലിക അമ്മൻ സിവാക്. റബ്ബേ, ഹലാൽ കൊണ്ട് ഐശ്വര്യം നൽകണമേ, തിന്മയിലേക്ക് പോകാതെ നന്മ ചെയ്യാൻ അവസരം നൽകണമേ. വബിഫദ്ലിക അമ്മൻ സിവാക്. ഒരാളോടും കൈനീട്ടി യാചിക്കാതെ നീ നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ സഹായിക്കണമേ. അങ്ങനെയാണ് നിങ്ങൾ ദുആ ഇറക്കേണ്ടത്. എന്നാൽ ഹബീബ് ദുആ ഇരുന്നതോ, എന്നെ മിസ്കീനാക്കണമേ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇന്ന അഗ്ബത ഔലിയാഇ ഇൻദി. ഇത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയുകയാണ്, ഇന്ന അഗ്ബത ഔലിയാഇ ഇൻദി ലമുഅ്മിനുൻ ഖഫീഫുൽ ഹാദ് ذو حظ من صلاة وكان غالبا غامضا بين الناس لا يشار إليه بالأصابع. ഇമാം അഹ്മദ് എന്നവരും ഇമാം തുർമുദി എന്നവരും, ഇമാം തുർമുദി ഹദീസുൻ ഹസനുൻ എന്ന് പറഞ്ഞ ഹദീസാണിത്, ഖുദ്സിയായ ഹദീസ്. എന്തായി പറയുന്നത്? ഇന്ന അഗ്ബത ഔലിയാഇ ഇൻദി. അള്ളാഹുവിന്റെ അരികത്ത് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹിന്റെ ഇഷ്ടജനങ്ങൾ ആരാണെന്നറിയുമോ? ലമുഅ്മിനുൻ ഖഫീഫുൽ ഹാദ്. സമ്പത്തൊന്നും അധികമില്ലാത്ത പാവങ്ങളായ മുഅ്മിനീങ്ങൾ. ദൂ ഹള്ളിൻ മിൻ സ്വലാഹ്. ധാരാളം നിസ്കാരമുള്ള മുഅ്മിനീങ്ങൾ. വകാന ഗാലിബൻ ഗാമിദൻ ബൈനൻ നാസ്. ആളുകൾക്കിടയിൽ അധികം അറിയപ്പെടാതെ, ലാ യുഷാറു ഇലൈഹി ബിൽ അസ്വാബിഇ. ആളുകളൊന്നും വല്ലാതെ തിരിച്ചറിയുകയോ വിരൽ ചൂണ്ടപ്പെടുകയോ ചെയ്യാത്ത ആള് എന്ന് പറഞ്ഞാൽ, നോക്കൂ അയാൾ ഇന്ന ആള് എന്ന് ആരും അയാളെ പറ്റി ചൂണ്ടിക്കാണിച്ചു കൊടുക്കില്ല.
അങ്ങനത്തെ പാവങ്ങളായ ആളുകൾ ഒരുപാട് അള്ളാഹുവിന്റെ ഔലിയാക്കളായുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ മൻ ആമന ബിക. മുത്തുനബിയുടെ ദുആയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അത്ഭുതകരമായ ദുആയാണ്. ഇമാം ത്വബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ തങ്ങളും മഹാനായ അല്ലാമ ഇബ്നു അബി ദുനിയ തങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്ന ദുആ നോക്കണം. അല്ലാഹുമ്മ പടച്ചവനെ, മൻ ആമന ബിക, നിന്നിൽ വിശ്വസിക്കുന്ന, വശഹിദ അന്നി റസൂലുക, ഞാൻ നിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫഹബ്ബിബ് ഇലൈഹി ലിഖാഅക, നിന്നെ കാണാനുള്ള അവസരം നീ അവർക്ക് മഹ്ബൂബാക്കി കൊടുക്കണമേ. സയ്യിദ് അവർകൾ എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. സൈനുൽ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലെത്തി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തങ്ങളുടെ ദുആ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ വളരെ വൈകാതെ അവസാനിപ്പിക്കാം. മുത്തുനബി തങ്ങളുടെ ദുആയുണ്ട്, അല്ലാഹുമ്മ മൻ ആമന ബിക വശഹിദ അന്നി റസൂലുക, അല്ലാഹുവേ നീ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുകയും ഞാൻ റസൂലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫഹബ്ബിബ് ഇലൈഹി ലിഖാഅക, നിന്നെ കാണാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ കൊടുക്കണമേ. അല്ലാഹു നമ്മുടെ ഖൽബിലൊക്കെ നൽകട്ടെ അല്ലാഹനെ കാണാനുള്ള ആഗ്രഹം. പിന്നെ പറഞ്ഞു, വസഹിൽ അലൈഹി ഖളാഅക, നിന്റെ ഖളാഉകൾ എളുപ്പമാക്കി കൊടുക്കണമേ. വഅഖിലിൽ ലഹു മിനദ് ദുനിയാ, അല്ലാഹുവേ ദുനിയാവിലെ സമ്പത്ത് കുറച്ചു കൊടുത്താൽ മതി റബ്ബേ, ഒരുപാട് പൈസ കൊടുക്കരുതേ. ആർക്ക്? നിന്നെ വിശ്വസിക്കുകയും ഞാൻ റസൂലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിന്നെ കാണാനുള്ള ആഗ്രഹം കൊടുക്കണേ, നിന്റെ ഖളാഉകൾ എളുപ്പമാക്കി കൊടുക്കണമേ. വഅഖിലിൽ ലഹു മിനദ് ദുനിയാ, അല്ലാഹുവേ ദുനിയാവ് കുറച്ചു കൊടുത്താൽ മതി റബ്ബേ, ഒരുപാട് പൈസ കൊടുക്കരുതേ. വമൻ ലം യുഅ്മിൻ ബിക, നിന്നെ വിശ്വസിക്കാതിരിക്കുകയും വലം യഷ്ഹദ് അന്നി റസൂലുക, ഞാൻ റസൂലാണെന്ന് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, ഫലാ തുഹബ്ബിബ് ഇലൈഹി ലിഖാഅക, നിന്നെ കാണാനുള്ള ആഗ്രഹം അവരുടെ ഖൽബിൽ കൊടുക്കരുതേ. വലാ തുസഹിൽ അലൈഹി ഖളാഅക, നിന്റെ ഖദറുകളെ എളുപ്പമാക്കി കൊടുക്കരുതേ. വകസ്സിർ ലഹു മിനദ് ദുനിയാ, ഒരുപാട് സമ്പത്ത് കൊടുക്കണമേ. വിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ ആയത്തുണ്ട്, സൂറത്തു സുഖ്റുഫ്. എന്താ ആയത്തെന്നറിയോ? അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സ്വർണവും വെള്ളിയും ആഡംബരങ്ങളും വീടുകൾക്ക് മണിമാളികകളും അല്ലാഹു കൊടുത്തേനെ, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത മുഴുവൻ ആളുകൾക്കും. എന്താ കൊടുക്കാതെന്നറിയോ? വലൗലാ അൻ യകൂന അന്നാസു ഉമ്മതൻ വാഹിദ, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചില ദുർബല വിശ്വാസികളെങ്കിലും ആ പൈസ കിട്ടുമല്ലോ, ഞങ്ങളും അതിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിശ്വാസത്തിലേക്ക് പോകുകയില്ലായിരുന്നെങ്കിൽ, അങ്ങനെ പോകുമെന്നതുകൊണ്ട് അള്ളാഹു അവിശ്വാസികൾ കൊടുക്കാത്തത്. അള്ളാഹ്ക്കത് കൊടുക്കേണ്ട ഒരു പ്രയാസം റബ്ബിനില്ല. എല്ലാ കാഫിര്യങ്ങൾക്കും സ്വർണവും വെള്ളിയും ആഡംബരങ്ങളും അല്ലാഹു കൊടുത്തേനെ. പക്ഷെ ഇത് കാണുമ്പോ ചില മുഅ്മിനെങ്കിലും, പടച്ചോനെ കാശ് അവിടെയാണല്ലോ, അപ്പൊ അതാണോ ശരി എന്ന് മുഅ്മിനീങ്ങൾ വിചാരിച്ചു പോയി അവര് കുഫറിലേക്ക് പോയേക്കും. അതിനാണ് അള്ളാഹു എല്ലാ കാഫിര്യങ്ങൾക്കും കൊടുക്കാത്തത്. സുബ്ഹാനല്ലാഹ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ വചനം, സൂറത്തു സുഖ്റുഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ അൻ യകൂന അന്നാസു ഉമ്മതൻ വാഹിദ ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാനി ലിബുയൂതിഹിം സഖഫൻ മിൻ ഫിദ്ദ വമആരിജ അലൈഹാ യദ്ഹറൂൻ. എന്തൊക്കെയാ പറയണത് യാ റബ്ബ്? ولولا أن يكون الناس أمة واحدة أي أمة الكفر, എല്ലാവരും കാഫിറുകളായി പോകില്ലായിരുന്നുവെങ്കിൽ ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിനെ വിശ്വസിക്കാതെ മുസ്ലിമാവാതെ നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ലിബുയൂതിഹിം സഖ്ഫം മിൻ ഫിദ്ദ, അവരുടെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള മേൽക്കൂരയും വമആരിജ, കയറിപ്പോവാനുള്ള മനോഹര കോവണികളും അലൈഹാ യദ്ഹറൂൻ, അവർക്ക് മേലോട്ട് പടിപടിയായി കയറാവുന്ന നിലകളായി ഞാൻ കൊടുക്കുമായിരുന്നു. വലിബുയൂതിഹിം അബ്വാബ,
അവരുടെ വീടുകൾക്ക് മനോഹരമായ ഒരുപാട് വാതിലുകളും വസ്സുറുറൻ അലൈഹാ യത്തകിഊൻ, ഒരുപാട് കട്ടിലുകളും ചാരിക്കിടക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ എല്ലാ കാഫിറിനും ഞാൻ കൊടുക്കുമായിരുന്നു. വസുഖുറുഫൻ, ഈ ലോകത്തിന്റെ ആഡംബരങ്ങളും എല്ലാ കാഫിറിനും ഞാൻ കൊടുത്തേനെ. പക്ഷേ വലൗലാ അൻ യകൂനന്നാസു ഉമ്മതൻ വാഹിദ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കുഫറിലേക്ക് പോവുകയാണ്. കാരണം പൈസ അവിടെയാണല്ലോ, കാശുണ്ടാകുന്നു എന്നത്, സമ്പത്ത് കൂടുതലുണ്ട് എന്നത്, തങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് എന്നത് അള്ളാഹു തൃപ്തിപ്പെട്ടതിന്റെ അടയാളമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ആയത്താണിത്. ഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തിദ് ദുനിയാ, അതൊക്കെ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളല്ലയോ. വൽ ആഖിറതു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ, സജ്ജനങ്ങൾക്ക് അല്ലാഹു ആഖിറത്തിൽ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ വഴി നടത്തി തരണമേ തമ്പുരാനേ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ, ഒറ്റ സ്വലാത്ത്. സ്റ്റേജ് മുള്ളവരൊന്ന് എഴുന്നേൽക്കണ്ടേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഉറക്കെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂതാ. വേറെ റിവായത്തിൽ അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ കഫാഫാ. അല്ലാഹുവേ ഞങ്ങൾ അഹ്ലു ബൈത്തിന് അല്ലാഹുവേ നീ നൽകുന്ന സമ്പത്ത് ഞങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളത് മതി, അതിലപ്പുറം വേണ്ടെന്ന് മുത്തനബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് സുർക്ക എത്രയും നല്ല നല്ല കറിയാണ് എന്ന് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണങ്ങിയ റൊട്ടി, അത് തങ്ങൾ ആ റൊട്ടിയെക്കുറിച്ച് ഓർക്കുമായിരുന്നു. തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്ന് തങ്ങളുടെ ജമാലും ജലാലും കണ്ടിട്ട് പേടിച്ചിങ്ങനെ വിറച്ചപ്പോ മുത്തനബി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, തങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, ആ സൗന്ദര്യത്തോടൊപ്പം തങ്ങൾക്ക് അല്ലാഹു ജലാലും ഗാംഭീര്യവും നൽകിയിട്ടുണ്ട്. അപ്പൊ ചിലരൊക്കെ പേടിച്ചു വിറക്കും. ഒരു ഉമ്മ വന്നിട്ട് ഇങ്ങനെ വിറക്കുന്നു. തങ്ങൾ ചോദിച്ചു, എന്തിനായി പേടിക്കുന്നത്? ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്. ഉണങ്ങിയ റൊട്ടി കഴിച്ചിരുന്ന, ഉണങ്ങിയ മാംസം കഴിച്ചിരുന്ന, ഉണങ്ങിയ റൊട്ടി കഴിച്ചിരുന്ന ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ. ഫ്രഷ് ഒന്നും കഴിക്കാനുണ്ടാവില്ല. അപ്പൊ ഉണക്കി വെച്ചിട്ട് റൊട്ടി ഉണക്കി വെച്ച് സൂക്ഷിക്കും കാലങ്ങളോളം. അത് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ ഹബീബായ നബി തങ്ങൾക്ക് കഴിക്കാൻ ഉണക്കറൊട്ടി കൊടുത്തപ്പോ ഇതിലേക്ക് വല്ല കറിയുമുണ്ടോ എന്ന് ഹബീബിന്റെ വീട്ടുകാരോട് അന്വേഷിച്ചു പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്വേഷിച്ച് മുത്തുനബിയുടെ വീട്ടുകാർ പറഞ്ഞു, ഒന്നുമില്ല നബിയെ, ഇവിടെ ഉള്ളതാകെ ഒരൽപ്പം സുർക്കയുണ്ട്, സുർക്കുണ്ട് എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, നിഅമൽ ഇദാമു അൽ ഖൽ, നിഅമൽ ഇദാമു അൽ ഖൽ. സുർക്ക എന്നത് എത്ര നല്ല കറിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ആബ റസൂലുള്ളാഹി തുആമൻ ഖത്തു. ഒരു ഭക്ഷണത്തെ കുറിച്ചും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അകല,
തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ തിന്നും, വഇൻ കരിഹഹു തറകഹു, തങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ തങ്ങൾ തിന്നില്ല എന്നല്ലാതെ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണക്കറൊട്ടി നനക്കാൻ എന്തെങ്കിലും കറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ സുർഖയുണ്ട് എന്ന് പറയുകയും ആ ഉണക്കറൊട്ടി സുർഖയിൽ മുക്കി തിന്നുമ്പോൾ ലോകത്തിന്റെ ഗുരു പറയുന്ന വാക്കെന്തൊരു മനോഹരമാണ്, നിഅമൽ ഇദാമു അൽ ഖൽ, എത്ര നല്ല കറിയാണ് ഈ സുർഖ എന്ന് ഹബീബിന്റെ വചനമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അറിയണം, സ്വഹാബിമാരാണ് നിങ്ങളെക്കാൾ ഉത്തമരായവര്, നിങ്ങളവരെക്കാൾ നിസ്കാരമുള്ളവരാണ്, നിങ്ങളവരെക്കാൾ നോമ്പുള്ളവരാണ്. പക്ഷെ എന്നാലും നിങ്ങളെക്കാളും ഏറ്റവും മുൻപന്തിയിലുള്ളത് സ്വഹാബിമാരാണ്. അവർ ചോദിച്ചു, ലിമ, എന്താണ് അതിന്റെ കാരണം? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, കാനൂ അസ്ഹദ മിൻകും ഫിദ് ദുനിയാ വഅർഗബ മിൻകും ഫിൽ ആഖിറഹ്. അവർ ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ വളരെ വേണ്ടെന്ന് വെക്കുകയും പരലോകത്തിന്റേത് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾക്ക് അല്ലാഹു ദുന്യാവ് നൽകുകയും ചെയ്തു, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. എന്നാൽ ദുന്യാവ് കയ്യിലുള്ളതിന്റെ പേരിൽ നിങ്ങളുടെ കർമ്മങ്ങളെക്കാളും അല്ലാഹു സ്വീകാര്യത കൂടുതൽ കൊടുക്കുന്നത് സ്വഹാബികൾക്കാണെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഏറ്റവും ലളിതമായ ജീവിതം തെരഞ്ഞെടുത്തത്. ഏറ്റവും ലളിതമായ വീട്. മദീന മുനവ്വറയുടെ വികസനം നടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീന പള്ളിയുടെ ചുറ്റുമുള്ള ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരുടെ, നമ്മുടെ ഉമ്മമാരുടെ വീടുകൾ പൊളിക്കാൻ നിൽക്കുമ്പോ ആ വീടുകളൊക്കെ പൊളിക്കുകയും മദീന പള്ളിയിലേക്ക് ചേർത്ത് മദീന പള്ളി വികസിപ്പിക്കാൻ വേണ്ടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചപ്പോ മദീനയിലെ പ്രഗൽഭരായ അലിമീങ്ങളിൽ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അത് വേണ്ട. കാരണം പിൻഗാമികളായ ആളുകൾ മദീന കാണാൻ വരും, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന്. അവര് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചുപോയ പരിശുദ്ധമായ വീട് അവർക്കൊന്ന് കാണണ്ടേ. അതെത്ര ലളിതമായിരുന്നെന്നും ഹബീബിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഹബീബിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഹബീബിന്റെ സുവാജ് ജീവിച്ചുപോയ വീടുകളൊക്കെ എത്ര ചെറിയ റൂമുകളാണെന്ന് പിൻഗാമികളായ മുസ്ലിമീങ്ങൾക്ക് കാണാൻ അവസരമുണ്ടാവാൻ അത് പൊളിക്കാതെ വെക്കുകയാണ് വേണ്ടതെന്ന് ഫുഖഹാ ഉസ്സബഇൽപ്പെട്ട മഹാനായ ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും ആ പള്ളിയുടെ വികസനം നിർബന്ധമായി വന്നതിന്റെ പേരിൽ അത് പൊളിക്കുകയാണ് ഉണ്ടായത്. അന്ന് മദീന കരഞ്ഞിട്ടുണ്ട്. ഫസ്വാറത്തിൽ മദീനത്തി വജ്ജ, മദീനയിൽ ആകമാനം കൂട്ടക്കരച്ചിലായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായ അന്ന് മദീനക്കാര് പൊട്ടിക്കരഞ്ഞ പോലെ ഹബീബിന്റെ വീടും ഹബീബിന്റെ ഭാര്യമാർ താമസിച്ച വീടും പൊളിക്കപ്പെടുന്ന ആ ദിവസം മദീനക്കാർക്ക് കൂട്ടക്കരച്ചിലായിരുന്നുവെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയുമോ? എത്ര ലളിതമായിട്ടാണ് നമ്മുടെ ഹബീബ് ജീവിച്ചത് എന്ന് പിൻഗാമികൾക്കൊന്ന് കാണേണ്ട അവസരം നഷ്ടപ്പെട്ടു പോവുകയല്ലേ. അത് പൊളിക്കാതെ വെക്കാമായിരുന്നല്ലോ. ഹബീബിന്റെ കാൽ തട്ടിയ ഭാഗം, ഹബീബിന്റെ വീടിന്റെ അംശങ്ങൾ അതങ്ങനെ തന്നെ കിടക്കുകയാണ് വേണ്ടതെന്ന് വാശി പിടിച്ചിട്ടും നടക്കാതെ അന്ന് മദീന പള്ളിയുടെ വികസനം അതിന്റെ പ്രയോരിറ്റി ആയതിന്റെ പേരിൽ പള്ളിയുടെ വികസനത്തിന് വേണ്ടി ആ ഹുജറകളെല്ലാം പള്ളിയിലേക്ക് ചേർക്കപ്പെടുന്ന ഇവിടെയുള്ളവരും
അല്ലാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും മുഅ്മിനാത്തുകളായ എല്ലാ ദീനിന്റെ ഗുണകാംക്ഷകൾക്കും റബ്ബേ, ഈ പരിപാടിയുടെ സംഘാടകർക്ക്, ഈ പരിപാടി വിജയിപ്പിക്കാനെത്തിയ സഹോദര സഹോദരിമാർക്ക് എല്ലാം തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ, മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് സലാമത്ത് നൽകണേ റബ്ബേ. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ. യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وأذن لسحب صلاة منك دائمة على النبي بمنهل ومنهج منسجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ما رنحت عذبات الباني ريح صبا وأطرب العيسى حاذ العيس بالنغم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم.